ആമേൻ ലോക പ്രസിദ്ധനായ കർത്താവിൻ്റെ അഭിഷക്തൻ പാസ്റ്റർ കെ.എ. അബ്രഹാം നമ്മുടെ നടുവിൽ ദൈവം അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ നാളുകൾ ഈ ദേശത്തിന് വേണ്ട ദൈവത്തിൻ്റെ ആലോചന, ഗ്രൗണ്ടിൽ കടന്നു വന്ന ദൈവമക്കളേക്ക് വേണ്ട അനുഗ്രഹമായ ദൈവാലോചനകൾ കൈമാറുവാൻ കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവം ഉപയോഗിച്ച കർത്താവിൻ്റെ ദാസനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ആമേൻ ദൈവവചന ശുശ്രൂഷയ്ക്കായി ദേശത്തിന് വേണ്ടത് ഗ്രൗണ്ടിൽ കടന്നു വന്ന് തൻ്റെ ജനത്തിന് വേണ്ടതായ ദൈവാലോചന അറിയിക്കുവാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ദൈവനാമത്തിൽ പ്രിയ കർത്താവിൻ്റെ ദാസനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കരം തട്ടി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞില്ല ഹല്ലേലൂയ? എല്ലാവരും അങ്ങ് പുറകറ്റം വരെ ഹല്ലേലൂയ. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ഹല്ലേലൂയ. എൻ്റെ പ്രാണനാഥനൊന്ന് ഉയർത്താൻ ലഭിക്കുന്ന അവസരം ഒരിക്കലും കളയരുത്. ജീവിതത്തിൽ ഏറ്റവും മഹനീയമായ ജീവിതത്തിലെ അവസരമാണ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ മഹാസമ്മേളനത്തിൻ്റെ പ്രഥമ രാത്രി കർത്തൃപാദപീഠത്തിൽ സത്യവചനവുമായി നിൽപ്പാൻ ആകാശങ്ങളെ കീറി മുറിച്ചു പുകയുന്ന പർവ്വതങ്ങളെ തൊടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പർവ്വതങ്ങളെ മുട്ടാടുകളെ പോലെ ആടിക്കുന്ന ദൈവശക്തി, പർവ്വതങ്ങളെ മെഴുകുപോൽ ഉരുക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ട് മുഴുവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഭിഷക്തന്മാരുടെ ഒരു നീണ്ട നിര. ആ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഒരു നല്ല ഹല്ലേലൂയ പറയുമെന്ന് പ്രതീക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായി കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന ആ കറ പുരളാത്ത ക്രിസ്തീയ ജീവിതത്തിനുടമയായി അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ പുത്രൻ, എൻ്റെ ക്രിസ്തുവിൻ്റെ സഹബദ്ധൻ, എൻ്റെ സ്നേഹിതൻ, എൻ്റെ പ്രാർത്ഥനാ സഹകാരി, ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്ന അഭിഷിക്തൻ ഷിമോൻ ഷൈൻ പാസ്റ്റർ അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ മഹായോഗം വളരെ പരിജ്ഞാനത്തോടെ അധ്യക്ഷം വഹിച്ച്, അമേൻ, സ്തോത്രം, അമേൻ, ഹല്ലേലൂയ. അധ്യക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ആളാണ്. 37 വർഷത്തെ സുവിശേഷ യാത്രകളിൽ മൈക്ക് കിട്ടിയാൽ കരിമ്പ് പോലെ ചവച്ച് തിന്നുന്നവരുടെ ഇടയിൽ സ്തോത്രം അധ്യക്ഷ പ്രസംഗത്തിന് അക്ഷരങ്ങൾ കൊണ്ട് ആമേൻ അതിനൊരു അടിവരയിട്ട് അവസാനിപ്പിച്ച് നന്ന ഭംഗിയായി ചെയ്ത ബഹുമാനപ്പെട്ട സ്തോത്രം ഷർജൻ ഷൈൻ അവർക്കായി ആമേൻ സ്നേഹവന്ദനം അറിയിക്കുന്ന ഈ മഹായോഗം ആമേൻ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ അഭിഷിക്തനായി സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്തോത്രം. ഈ ആമേൻ എൻ്റെ പിന്നിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, ദൈവഭക്തന്മാർ, എൻ്റെ വാത്സല്യ സ്നേഹിതൻ്റെ ഒരു മകനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന അമേൻ സ്തോത്രം കെ ബി ഇമ്മാനുവൽ, അമേൻ സ്തോത്രം, ഹല്ലേലൂയ. മിടുക്കന്മാരായ ഒരുപാട് പാട്ടുകാരുണ്ട്, എന്നാൽ വിശുദ്ധന്മാരായ പാട്ടുകാർ കുറവാണ്. അതിനൊക്കെ ഒരു കയ്യടിയൊക്കെ പ്രതീക്ഷിച്ചു. ആന്ധ്രയിലൊക്കെയാണ് എന്നാ കയ്യടിയായിരിക്കും എന്നറിയോ? മലയാളികൾ ഇച്ചിരി കഴിഞ്ഞ കയ്യടിക്കും. സ്തോത്രം. ആന്ധ്ര ദേവദാസനറിയും ഒത്തിരി സ്ഥലത്ത് പോകുന്ന അമേൻ, ഹല്ലേലൂയ. മിടുക്കന്മാരല്ല ദൈവത്തിന് വേണ്ടത് വിശുദ്ധന്മാർ. അമേൻ സ്തോത്രം. പ്രാർത്ഥിക്കുന്ന അനുഗ്രഹീതനായ കർത്തൃഭൃത്യൻ അമേൻ അമേൻ അപ്പോസ്റ്റൽ ചർച്ചിൻ്റെ കല്ലിയൂരിൽ അമേൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന അനുഗ്രഹീത അഭിഷക്തൻ നെഹമ്യ പാസ്റ്റർ, നിരവധി ദേവദാസന്മാർ, എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ. 2014 അല്പം താമസിച്ചാണെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൻ്റെ വാതിൽ തുറന്ന് എൻ്റെ പ്രാണപ്രിയൻ്റെ അളവില്ലാത്ത പൊന്നു തൃക്കൈ കൊണ്ട് 2024 നിങ്ങൾക്ക് സർവശക്തൻ വാരി വിളമ്പട്ടെ എന്ന് അമ്മ എല്ലാ നന്മകളാൽ നിറയ്ക്കട്ടെ. ആത്മീയമായി, ഭൗമികമായി, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി എല്ലാ നന്മകളാലും സർവശക്തൻ നിറയ്ക്കണം. അതൊന്നിലൊന്ന് റിസീവ് ചെയ്താട്ട് അഭിഷക്തന്മാർ സ്റ്റേജിൽ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുമ്പോൾ അതങ്ങനെ തന്നെ റിസീവ് ചെയ്ത് ഒരു പ്രവചനം പോലെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. സ്തോത്രം. ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ദേവദാസിനെ ഞാനും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രസ്ഥാനത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ തമ്മിൽ പരിചയമൊന്നുമില്ല. ഞങ്ങൾ ഫോണൊന്നും വിളിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വായിച്ച സങ്കീർത്തനമാണ് ഇന്ന് രാത്രി പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാക്കി വന്നത്. ഹല്ലേലൂയ. ഞാനത് ഇവിടെ ഇരുന്ന് ഷിമൻ പാസ്റ്ററെ അതിൻ്റെ ആ കുറിവായ്ക്ക് ഒന്ന് കാണിക്കായിരുന്നു. ചില കാര്യങ്ങളൊക്കെ വലിയ ദൈവം നടത്തിപ്പുണ്ട്. സ്തോത്രം. അമേൻ. അതുകൊണ്ട് ഞാൻ ഇന്ന് അമേൻ മുഖവരകൾ ദീർഘിപ്പിക്കാതെ പ്രഥമ രാത്രി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. സ്തോത്രം. അതിൻ്റെ ഒട്ടും അതിൻ്റെ ക്രീം, അതിൻ്റെ ഏറ്റവും സത്തായതൊന്നും നഷ്ടപ്പെടുത്തി കളയാതെ ഞാൻ നേരെ വചനത്തിലേക്ക് അടയ്ക്കുകയാണ്. വായിക്കാം. 66-ാം സങ്കീർത്തനം 16-ാം വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ. സ്തോത്രം. യെസ്. സകല ഭക്തന്മാരുമായുള്ളവരെ
വന്ന് കേൾപ്പിൻ. അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഞാൻ എന്റെ വായ് കൊണ്ട് അവനോട് നിലവിളിച്ചു. എന്റെ നാവിന്മേൽ അവന്റെ പുകഴ്ച ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ അണ്ടർലൈൻ. കർത്താവ് കേൾക്കയില്ല. എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലേ? സ്തോത്രം. ആമേൻ. അണ്ടർലൈൻ. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പേപ്പർ കറുത വരച്ചുകൊണ്ട് ഒത്തിരി വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് ഒന്ന് പ്രസംഗിക്കുമ്പോൾ ബൈബിളിനകത്ത് ഒരുപാട് വരയിടുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ പേപ്പർ കീറാതെ ഇട്ടോണം. സ്തോത്രം. എടുത്തു വായിക്കേണ്ടതാണ്. അണ്ടർലൈൻ ചെയ്തോ. ആമേൻ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കയില്ലായിരുന്നു. എന്നാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥനാ ശബ്ദം അവൻ ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെ തന്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനത്തിനായിട്ട് എല്ലാവരും കരമുയർത്തി ആ കരങ്ങൾ വീശി വാ തുറന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ട് അവിടെ ഇരുന്നു കൊണ്ട് എല്ലാവരും കരം ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഈ കസേരയിൽ ഇരിക്കത്തില്ലായിരുന്നു. 2020, 21, 22 വർഷങ്ങളിൽ കോവിഡ് നിമിത്തം കോടിക്കണക്കിന് ജനങ്ങൾ ലോകത്ത് നഷ്ടപ്പെട്ടപ്പോൾ പട്ടടയില്ലാതെ, ശംഖുനാഥമില്ലാതെ, മോസ്കില്ലാതെ, അല്ലാഹു അക്ബർ വിളികളില്ലാതെ, പള്ളിയില്ലാതെ, പള്ളിമണികളില്ലാതെ, റാസയില്ലാതെ, മുത്തുക്കൊടയില്ലാതെ, കുരിശില്ലാതെ 10,000 കൊണ്ടുപോയി JCB കൊണ്ട് കുഴിയെടുത്ത് അതിനകത്ത് വലിച്ച് പ്രാർത്ഥിക്കാതെ അടക്കിയ വൈറസിന്റെ വമ്പൻ മരണത്തിന്റെ വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനകത്ത് പട്ടുപോകാതെ, അതിനകത്തായി പോകാതെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കാൻ കാരണം നിന്റെ അകൃത്യം അവൻ കണക്കിടാത്തത് കൊണ്ടാണെന്ന്. എൻ്റെ അകൃത്യം അവൻ കണക്കിടാത്തത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് ഉറപ്പുള്ളവർ. എൻ്റെ പാപം എന്നോട് കണക്കിട്ടിരുന്നെങ്കിൽ, എൻ്റെ കുറവെന്നോട് അവൻ കണക്കിട്ടിരുന്നെങ്കിൽ, ഞാൻ ചെയ്തതിനൊക്കെയും അവൻ എന്നെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയത്തില്ലായിരുന്നു. അവൻ എന്നോട് ക്ഷമിച്ചതുകൊണ്ട്, അവൻ എന്നോട് ദയ കാട്ടിയതുകൊണ്ട്, അവൻ എന്നോട് കരുണ കാണിച്ചതുകൊണ്ട്, എൻ്റെ കർത്താവിനോട് ക്ഷമിച്ചതുകൊണ്ട് പോരാ. കണ്ണ് നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം ഭക്തന്മാരെ, ദൈവദാസ്യമാരെ, ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നവരെ, ഇന്ന് രാത്രി പറ, ഞാൻ ജീവനോടെ ഇരിക്കുന്നത് നിന്റെ കൃപയാണ്, ഞാൻ നടക്കുന്നത് നിന്റെ കൃപയാണ്, ഞാൻ ആരാധിക്കുന്നത് നിന്റെ കൃപയാണ്, ഇന്ന് രാത്രി ഞാൻ ഇവിടെ വന്നത് നിന്റെ കൃപയാണ്, 29ാമത് കൺവെൻഷൻ നടന്നത് നിന്റെ കൃപയാണ്. എൻ്റെ കഴിവല്ല, എൻ്റെ അറിവല്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ പണത്തിന്റെ ശേഷിയല്ല, എൻ്റെ ആരോഗ്യമല്ല. പറ, കൃപയാണ്, നിന്റെ കൃപയാണ്, നിന്റെ കൃപയാണ്, നിന്റെ കൃപയാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് നിന്റെ കൃപയാണ്. അവിടെ നിൽക്കുന്നത് നിന്റെ കൃപയാണ്, നിന്റെ കൃപയാണ്. പറ, നിന്റെ കൃപയാണ്. എന്തുണ്ട് വേറെ പറയാൻ? പറ, എന്തുണ്ട് വേറെ പറയാൻ? ഒന്നുമില്ല. എന്തെങ്കിലും നിനക്കുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെന്ന് ആർക്കെങ്കിലും ഇവിടെ ഇരിക്കുന്നവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അമ്മേ, സഹോദരി, എൻ്റെ കൊച്ചനുജനെ, എൻ്റെ മക്കളെ പോലെ ഞാൻ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ, എൻ്റെ സഹബദ്ധന്മാരായ അഭിഷക്തന്മാരെ, പാടുന്നവരെ, പ്രസംഗിക്കുന്നവരെ, ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരെ, നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് രാത്രി പറ, അതങ്ങ് തന്ന ദാനമാണ്. എൻ്റെ കർത്താവ് എനിക്ക് തന്ന ദാനമാണ്. ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അത് ദൈവം എനിക്ക് തന്ന ദാനമാണെന്ന് പറ. ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരിക്കുന്നത്, എൻ്റെ രോഗം എനിക്ക് മൂർച്ഛിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നേ ഞാൻ മോർച്ചറിക്കകത്താകുമായിരുന്നു. എത്ര അപകടങ്ങൾ എൻ്റെ മുമ്പിലൂടെ പോയി, എത്ര വാഹനങ്ങൾ എൻ്റെ വാഹനത്തിൻ്റെ മുട്ടുമായിരുന്നു. അവൻ ഒരു പക്ഷേ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് തുന്നിക്കെട്ടിയ മാംസപിണ്ഡമായി അവൻ മോർച്ചറിക്കകത്ത് കിടക്കേണ്ട എത്ര സാഹചര്യങ്ങൾ എനിക്കുണ്ടായി. എന്നാൽ എൻ്റെ വാഹനങ്ങൾ ഓടിച്ചത് എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല. എൻ്റെ വാഹനങ്ങൾ രാത്രി വീട്ടിൽ എത്തിയത്, ഞാൻ കൺവെൻഷൻ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ഞാൻ വാഹനം എത്തിയത് ഓടിച്ചാളിൻ്റെ മിടുക്കല്ല, ഓടിച്ചാളിൻ്റെ മിടുക്കല്ല. എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വാഹനം അപകടമില്ലാതെ എത്തിയത് കഴിവല്ല, കൃപയാണ്, അവൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ഇന്ന് രാത്രി പറ, ദൈവത്തിൻ്റെ ദാനമാണ്.
അവിടെ എത്ര സ്തുതിച്ചാൽ മതിയാകും. ആമേൻ. ഇന്ന് രാത്രി എൻ്റെ പ്രസംഗത്തിന് ഒറ്റ കുറിവാക്യമുള്ളൂ. സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പി. മൈ ഗോഡ്, എൻ്റെ ദൈവം എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ നിങ്ങളോട് വിവരിക്കാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും പറയാനുള്ളത്. ഒരമ്മച്ചിയുടെ ഈ രാത്രി മൈക്ക് കൊടുത്താൽ പറയും, മരിച്ചുപോയി എന്ന് ഡോക്ടർമാർ പറഞ്ഞതാ പാസ്റ്ററെ, അവൻ എൻ്റെ പ്രാണനെ വിടുവിച്ചു, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു അവൻ. വേറെ ആൾ പറയും, ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചതാ, മരിച്ചു പോകണം, മരിച്ചേക്കാം, വേണ്ട, ജീവിക്കേണ്ടെന്ന് ഓർത്തതാ. എൻ്റെ കർത്താവ് മരണത്തിൽ നിന്നെ വിടുവിച്ചത് വേറെ സാക്ഷ്യമാ. മറ്റൊരാൾ പറയാ, കടഭാരം കയറി എല്ലാം നഷ്ടപ്പെട്ട് നാട് വിട്ടു പോയേക്കാം, ഇനി ജീവിതമില്ല എന്ന് ഞാൻ വിചാരിച്ചതാ. എന്നാൽ ഞാൻ കണ്ടിട്ടില്ലാത്ത വാതിലുകൾ ദൈവം എനിക്ക് വേണ്ടി തുറന്നു. എന്നെ ദൈവം മാനിച്ചു. അവൻ തോറ്റുപോയി ഇനി പഠിക്കണ്ട എന്ന് വിചാരിച്ചതാ. എന്നാൽ തമ്പുരാൻ എന്നെ തൊട്ടപ്പോൾ ഞാൻ പിന്നീട് കൂടി ജയിക്കാൻ തുടങ്ങി. എനിക്ക് വിദ്യാഭ്യാസം ഉന്നതമായ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. അതുകൊണ്ട് എൻ്റെ മക്കൾ വിദേശത്ത് പോകുവാൻ അവരെവിടെയൊക്കെയോ ജോലി ചെയ്യുന്നു. അവൻ ഞാനിവിടെ വന്ന് കാറിൽ ഇരുന്നപ്പോൾ ഒരു വെള്ളയും ഇട്ടൊരു അഭിഷേകത്തിന് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഇവിടെ ഇരിപ്പുണ്ടാകും. ഞാൻ കാറിൻ്റെ ഗ്ലാസ് ഇങ്ങനെ തുറന്നു. അദ്ദേഹം കൈകൂപ്പി പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. കെ എബ്രഹാം പാസ്റ്ററല്ലേ? അതെ. 2013 പാസ്റ്റർ കുറ്റിച്ചിറ വന്നപ്പോൾ ഒരു പ്രവചന ദൂത് പറഞ്ഞു എൻ്റെ കുടുംബത്തോട്. അന്ന് ഞങ്ങളൊന്നും അല്ലായിരുന്നു പാസ്റ്ററെ, പൂജ്യമായിരുന്നു. എന്നാൽ ഇന്ന് ആ പ്രവചനമെല്ലാം നിറവേറി. എൻ്റെ മക്കൾ ഇന്ന് വിദേശത്താ. ഇതാ കൈമുക്കുന്ന പാസ്റ്റർ. ദൈവം പറഞ്ഞാൽ അത് ചെയ്യും. എൻ്റെ തമ്പുരാൻ പറഞ്ഞാൽ അത് ചെയ്യും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഒരു ദൂത് എന്നോട് പറയാൻ, പ്രജിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മക്കളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു ദൂത് ദൈവം എന്നോട് പറയാൻ. അവൻ നിങ്ങൾക്ക് നാളെ പറയാൻ പറ്റും, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തതാ. ആമേൻ. പറയാൻ പാടുണ്ടോ എനിക്കറിയത്തില്ല, പറയട്ടെ സാക്ഷ്യം. ഇന്നിവിടെ പാടുന്ന KB ഇമ്മാനുവൽ അഭിഷിക്തൻ പാസ്റ്റർ ടിനോ ജോർജും കൂടെ ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് വിസയ്ക്ക് കൊടുത്തു. ടിനോ ജോർജിന് വിസ കിട്ടി, ഇമ്മാനുവലിന് വിസ കിട്ടിയില്ല. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന, പറഞ്ഞില്ല, എൻ്റെ മോനെ പോലെ സ്നേഹിക്കുന്ന, പ്രായം കൊണ്ടല്ല, ബിക്കോസ് ഹീസ് എ പ്രൈങ് മാൻ. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ തിരുവല്ലായി. ഞാൻ അദ്ദേഹത്തെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തോട് ദൈവാത്മാവിൽ പറഞ്ഞു, സാധ്യത ഇല്ല എന്നൊക്കെ ലോകം പറയാം, പക്ഷേ നിങ്ങൾ ക്യാൻസൽ ചെയ്ത വിസ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിനോട്, കോൺസുലേറ്റിനോട് ഒരിക്കൽ കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യണം, നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഓർക്കണം, ഓസ്ട്രേലിയൻ കോൺസുലേറ്റൊക്കെ വിസ ക്യാൻസൽ ചെയ്താൽ റീ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ആമേൻ, സ്തോത്രം. പക്ഷേ ഈ ദൈവപുരുഷന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അഭിഷക്തന്മാർ പറഞ്ഞാൽ അനുസരിക്കും. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മളോടൊക്കെ പലരും പലതും പറയും, നമ്മൾ അനുസരിക്കത്തില്ല. പക്ഷെ അദ്ദേഹം അനുസരിച്ചു, അദ്ദേഹത്തിന് വിസ കിട്ടി. അത് മാത്രമല്ല, ഇനി ഞാൻ പറയാൻ പോകുന്ന അടിക്കേണ്ടത്, ആ വിസ പിന്നെ നിന്നില്ല. അടുത്ത വിസ UK-ക്ക്, അതിൻ്റെ അടുത്ത വിസ USA-ക്ക്. ഒരു തടസ്സം മാറുമ്പോൾ പിന്നെ ദൈവത്തിന്റെ വഴികളുടെ അത്ഭുതങ്ങളാ. ഇന്ന് രാത്രി ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയാമോ? അദ്ദേഹത്തിനും ഒരു സ്റ്റേജിൽ നിന്ന് പറയണം, സകല ഭക്തന്മാരുമായുള്ളവര് വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത്. മാത്രമല്ല, നമുക്കൊക്കെ ഒരു അത്ഭുതം നടക്കുമ്പം അതിനകത്ത് ഒരു അഭിഷേകമുണ്ട്. ശരണ്യ മോനെ, ഞാനൊരു ദൂത് പറയാൻ പോവാം. ഞാൻ കുറച്ച് ചേഞ്ച് ആയാൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കേബ്രമല്ല, കുറച്ച് ചേഞ്ച് ആയാൽ വന്നിരിക്കുന്നത്. ഞാൻ ദൂത് പറയാൻ പോവാം. എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം ആർക്കത് അത് ഇമ്പാർട്ടേഷൻ പകർച്ച ചെയ്യപ്പെടുന്നു, അവരെ അതുപോലാവും. ആമേൻ. ഈ ദൈവദാസൻ ഇനി പ്രാർത്ഥിക്കുമ്പം പലരുടെ നന്മകൾ ഓപ്പൺ ആവും. അത് ഒരു ഓപ്പണിംഗ് മാത്രമല്ല, that anointing is upon you.
ആ അനോയിന്റിംഗ് ആണ്. ആമേൻ. ഞാൻ പറയുന്നു, ആ ഇമ്പാർട്ടേഷൻ ദൈവദാസന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ആരെയൊക്കെ തൊടുന്നോ അവരൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് കാണാനിടയാകും. എനിക്കിങ്ങനെ ഒരു അഭിഷേകമുണ്ട്. ചിലരുടെ മേൽ ഇമ്പാർട്ടേഷൻ നടക്കുമ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് പേർ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ഈ എളിയവനായ എന്നിലൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ആ അഭിഷേകം ഇവിടെ റിലീസ് ചെയ്യപ്പെടുകയാ. ഓ, ദൈവത്തിന്റെ ആത്മാവിൽ നീ ഒരു സാക്ഷിയായി മാറണം. നീ ഒരു സാക്ഷിയായി മാറണം. ദൈവത്തിന്റെ സാക്ഷിയായി മാറണം. ഇന്ന് രാത്രി എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം? ഒന്നാമത്തെ രാത്രിയെ പരിമിതികളുണ്ട്. എന്നാൽ ആമേൻ, ഐ വോണ്ട് അവോയ്ഡ് ദ ക്രീംസ്. ഞാൻ എൻ്റെ ക്രീം ഒന്നും കളയത്തില്ല. അതുകൊണ്ട് ഞാൻ പോകാൻ പോവാ. കർത്താവ് എനിക്ക് വേണ്ടി എന്താ ചെയ്തത് ഓരോന്നും അങ്ങോട്ട് തുടങ്ങട്ടെ. ആമേൻ. നമുക്കൊന്ന് ആരാധിക്കണം, ഒന്ന് സന്തോഷിക്കണം. പോകാം നമുക്ക്. മീഖ പ്രവചനം, ആമേൻ, അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഞാൻ തുടങ്ങുക. ആമേൻ. കർത്താവിൻ്റെ പ്രാണന് വേണ്ടി ചെയ്തതിൻ്റെ 1, 2, 3, 4 ഒന്നേന്ന് തുടങ്ങുക. വായിച്ചു. മീഖ 7:19. മീഖ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. യെസ്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവരെല്ലാം ബൈബിൾ ഒന്ന് അടച്ച്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഒരു സൗണ്ടാണ് ഈ ഗ്രൗണ്ടിൽ വെച്ചേക്കുന്നത്. സ്റ്റേജിൽ ഇരിക്കുന്ന അത്യാവശ്യം ബൈബിൾ അതല്ല, പാസ്റ്റേഴ്സ് അല്ല. എന്നാന്നറിയോ, നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഇവിടെ മൈക്കിനകത്ത് വായിക്കുന്നത്. നിങ്ങളും അത് തന്നെ വായിക്കുമെന്ന് നിർബന്ധം പിടിക്കരുത്. പ്രീസിനോട് ആമേൻ. കേട്ടിട്ട് ആരാധിക്കാനാണ് നിങ്ങളോട് ബൈബിൾ അടച്ചോളാം. മതി, വേറെ ഒന്നുമല്ല. വായിച്ചു 19 വായിച്ചു. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. എല്ലാവരും ശ്രദ്ധിച്ച്, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് തുടങ്ങുക. അവൻ എന്നോട് വീണ്ടും കരുണ കാണിക്കും. എൻ്റെ അകൃത്യങ്ങളെ അവൻ ചവിട്ടിക്കളയും. അടുത്തത്, അവൻ എൻ്റെ പാപങ്ങളൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും. ആർക്കെങ്കിലും സമുദ്രത്തിന്റെ ആഴം ആർക്കെങ്കിലും അറിയാമോ? ആമേൻ. നീ ഇന്നലകളിൽ ദൈവത്തോട് ഏറ്റു പറഞ്ഞ പാപങ്ങൾ ഇനി നിന്റെ ജീവിതത്തിൽ ഇല്ല. അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്ത എന്താണെന്നറിയാമോ? അത് സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ഇനി ഒരിക്കലും പൊങ്ങി വരാതെ വണ്ണം ഇന്നലകളിൽ നിന്നെ അടിമയാക്കി വെച്ചിരുന്ന പാപങ്ങളെ, ഓ, പവർ ഓഫ് ഫയർ, ദ പവർ ഓഫ് ഫയർ, റൈറ്റ് മൂവി. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ കുറ്റങ്ങൾ, നിന്റെ അകൃത്യങ്ങൾ, ഇന്നലകളിൽ നിന്നെ അടിമയാക്കി വെച്ച് നിന്നെ മുൻപോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ് നിന്റെ കുടുംബത്തെ നിന്നെ നശിപ്പിച്ചുകൊണ്ടിരുന്ന പിശാചിന്റെ പ്രവർത്തികളെ, ഓ റസാന്തനീബ, ആ പാപങ്ങൾ മുഴുവൻ എൻ്റെ ദൈവം എടുത്ത് അവൻ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക്, ഓ, ഇനി ഒരിക്കലും പൊങ്ങി വരാതെ വണ്ണം ഇന്ന് രാത്രി സന്തോഷിക്കുക. എൻ്റെ പാപങ്ങള് ഒരു വീട്ടിൽ 24 മണിക്കൂർ ഹല്ലേലൂയ പറയുന്ന ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അപ്പച്ചന്മാരൊക്കെ ഒത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരിച്ചുപോയി അങ്ങനെയുള്ള അപ്പച്ചന്മാരൊക്കെ. ഇപ്പോഴൊക്കെ ഒരു ദിവസത്തിൽ 2-3 പ്രാവശ്യം ഹല്ലേലൂയ പറയുന്നവർ ഉണ്ട്. എന്നാൽ 24 മണിക്കൂർ ഹല്ലേലൂയ പറയുന്ന അപ്പച്ചന്മാർ ഉണ്ടായിരുന്നു. മക്കൾക്ക് അതൊരു അസഹ്യതയായി. അവരിടയ്ക്കിടയ്ക്ക് പറയും, അപ്പച്ച എപ്പോഴും അപ്പച്ചനെ ഹല്ലേലൂയ പറയുന്നത്. അഥവാ പറയുകയാണെങ്കിൽ പതുക്കെ പറ. പക്ഷേ ഈ പുള്ളിക്ക് ഒരു പ്രശ്നമുണ്ട്, ഹല്ലേലൂയ അങ്ങനെ പറയത്തുള്ളൂ. കണ്ടോ, പഴയ ആൾക്കാർ ഹല്ലേലൂയ അങ്ങനെ, നമ്മളൊക്കെ ആണെങ്കിൽ ഹല്ലേലൂയ. ചെറിയ വ്യത്യാസമുണ്ട്. ഈ പഴയ ആൾക്കാർ ഹല്ലേലൂയ നല്ല ഭയങ്കര ഹല്ലേലൂയ. ഈ മക്കൾക്ക് വീട്ടിലൊക്കെ ആൾക്കാർ വരുമ്പം, ഇപ്പം ഒരാൾ വീട്ടിലോട്ട് പോരുക, അപ്പച്ചൻ ഹല്ലേലൂയ, ഇതൊരു വലിയ പ്രശ്നമാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വീട്ടിലെ ഇളയ മോന് ഒരു കല്യാണാലോചന, പെണ്ണു വീട്ടുകാർ വരിക. അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ അവർ വരുമ്പോൾ എങ്കിലും കുറച്ചാലും മിണ്ടാതിരിക്കണം. ഉടനെ അവിടുത്തെ മൂത്ത മോൻ പറഞ്ഞൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പച്ചൻ്റെ ഇന്ന് ബൈബിൾ അങ്ങ് മേടിക്കും. അപ്പച്ചൻ്റെ മുറിയിലും ബൈബിൾ വെക്കരുത്, മലയാള മനോരമ കൊടുക്കാൻ പറഞ്ഞു. ന്യൂസ് പേപ്പർ വായിക്കാൻ കൊടുത്താൽ മതി, ബൈബിൾ മുറിക്കകത്ത് വെക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പച്ചനെ ബൈബിളെല്ലാം മുറിയിൽ നിന്ന് എടുത്തു മാറ്റി ന്യൂസ് പേപ്പറും കൊടുത്ത് മുറിക്കകത്തിരുത്തി ഹല്ലേലൂയ പറയാതിരിക്കാൻ. അങ്ങനെ അപ്പച്ചൻ വായിച്ചു വന്നപ്പോഴാണ് സമുദ്രത്തിൻ്റെ ആഴം പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ബൈബിളിനകത്ത് അറേബ്യൻ കടലിൻ്റെ ആഴം എഴുതിയേക്കുന്നു. അപ്പച്ചൻ എഴുന്നേറ്റ് നിന്ന് അതുവരെ പറഞ്ഞിട്ടില്ലാത്ത സ്വരത്തിൽ ഒരു 5 ഹല്ലേലൂയ പറഞ്ഞു. വന്ന സ്വന്തക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പം മക്കളെല്ലാം കൂടെ ചോദിച്ചു,
പഴയ സൈസ് പറഞ്ഞാൽ പോരായിരുന്നു. ഇത് ഭയങ്കര അല്ലല്ലേ ആയിപ്പോയല്ലോ. മക്കളെ എങ്ങനെ പറയാതിരിക്കും? മക്കൾ മീക 7:19 വായിച്ചിട്ടുണ്ടോ? എൻ്റെ പാപങ്ങളെ അവൻ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇട്ട് കളഞ്ഞു എന്നുള്ള വാക്യം എനിക്ക് കാണാപ്പാടം അറിയാം. പക്ഷെ ഇത് അറിയാമെങ്കിലും സമുദ്രത്തിൻ്റെ ആഴം എനിക്ക് അറിയത്തില്ലായിരുന്നു. മക്കളെ ഇന്ന് മനോരമ വായിച്ചപ്പോഴാണ് ഇത്ര ആഴത്തിലാണത് കിടക്കുന്നത് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞ പോലെ അല്ലയോ എന്ന് പറഞ്ഞ് നിന്റെ പാപം സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ഇട്ട് കളഞ്ഞ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ നോക്കിയേ, കഴിഞ്ഞ 2 ദിവസം ഏണിക്കര കൺവെൻഷൻ, അത് കഴിഞ്ഞ് കല്ലൂർ കൺവെൻഷൻ, അത് കഴിഞ്ഞ് പിന്നെ റാന്നി കൺവെൻഷൻ, അത് കഴിഞ്ഞ് കോട്ടയം കൺവെൻഷൻ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കണ്ടല കൺവെൻഷൻ. എൻ്റെ ആമ്പിളിപ്പേറിന് കേടൊന്നുമില്ല. നോക്കി 3 ദിവസം, ആഴ്ച 1 ദിവസം സ്തോത്രം ഇങ്ങനെയാണ് പറയുന്നത്. നല്ല സൂപ്പറായിട്ട് കർത്താവിനെ സ്തുതിക്കണം. ആമേൻ. ഒറ്റ ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ ഈ തൊണ്ട ഉയർത്തി പ്രസംഗിച്ചാലും എൻ്റെ തമ്പുരാനെ മഹത്വപ്പെടുത്തുമ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെയാ, അതിൻ്റെ മാധുര്യം ഒന്ന് വേറെയാ, അതിൻ്റെ കൃപയൊന്ന് വേറെയാ. സ്തോത്രം. ഈ ഹല്ലേലൂയക്കെല്ലാം നിന്റെ സ്വർഗത്തിൽ ഡിപ്പോസിറ്റ് കൂടുക. നിന്റെ ഡിപ്പോസിറ്റായി ഹല്ലേലൂയ സ്വർഗത്തിലെ ബാങ്കിൽ നിന്റെ ഡിപ്പോസിറ്റ് വർദ്ധിക്കുക. സ്തോത്രം പറഞ്ഞു. ആമേൻ, ആമേൻ. പോകാൻ നമുക്ക്. ഹല്ലേലൂയ. അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത്. ആമേൻ. 1 തിമോഥെയോസ് 1:15 വാക്യം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നുവെന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആമേൻ. ഇന്ന് രാത്രികാലം പറ, എൻ്റെ പാപങ്ങളെ അവൻ ക്ഷമിച്ചു തന്നതുകൊണ്ട്, അവൻ എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചതുകൊണ്ട്, അത് മാത്രമല്ല എൻ്റെ പാപങ്ങളെല്ലാം അവൻ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് എറിഞ്ഞതുകൊണ്ട്, ഇന്ന് രാത്രി പറ, സകല ഭക്തന്മാരുമായുള്ളവര് അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത്. പോകാൻ നമുക്ക്. ആമേൻ. 1 യോഹന്നാൻ, ആമേൻ, ഹല്ലേലൂയ, 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. 1 John chapter 3 verse 18. ആമേൻ. 3:18 വാക്യം. സോറി, 3:8 വാക്യം. 3:8-9 വായിച്ചോ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ എന്റെ പ്രാണന് വേണ്ടി കർത്താവ് ചെയ്തതാണ്. അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ട്. നിന്റെ പാപങ്ങളെ സമുദ്രത്തിനടിയിലേക്ക് എറിഞ്ഞു കളഞ്ഞത് മാത്രമല്ല, പൈശാചിക ബന്ധനങ്ങൾ തകിടിന്റെ മേൽ കളം വരച്ച് അതിൽ അക്ഷരങ്ങൾ എഴുതി നിനക്കെതിരായി ശത്രുവിട്ട മന്ത്രവാദങ്ങള്, ആഭിചാരങ്ങള്, ക്ഷുദ്രപ്രയോഗങ്ങള്, അതിന്റെ ശക്തിയെ തകർത്ത് ഇനി പിശാചിനെ എനിക്ക് ഭയമില്ലെന്ന് പറ. യേശുവിന്റെ പ്രാണന് വേണ്ടി പിശാചിന്റെ തല തകർത്തത് കൊണ്ട് എനിക്കിനി പിശാചിനെ ഭയമില്ലെന്ന് പറഞ്ഞ് ആത്മശക്തി തുടങ്ങി പുറകറ്റത്തിരിക്കുന്ന പലരും കൈ ചലിപ്പിക്കുന്നില്ലല്ലോ. കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ തന്നെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഒരു അത്ഭുതം ചെയ്തെന്ന് ഉറപ്പുണ്ടെങ്കിൽ, വാട്ട് ഈസ് ക്രിസ്ത്യൻ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്? എന്താ വിജയകരമായ ക്രിസ്ത്യൻ ജീവിതം? ആമേൻ, ഹല്ലേലൂയ. ഞായറാഴ്ച രാവിലെ സ്തോത്രം 10 മണി മുതൽ 1 മണി വരെ സഭയ്ക്കകത്ത് പോയിരുന്ന കൈയടിച്ച് ഒരു കീറിയ 10 രൂപ നോട്ട് വിട്ട് സ്തോത്രം എല്ലാവരെയും കണ്ട്, ആമേൻ, ഒരു സ്തോത്രം പറഞ്ഞ് വരുന്നതാണോ ക്രിസ്ത്യൻ ജീവിതം? ആമേൻ. ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടാൽ ആ വെള്ളത്തിൻ്റെ പേര് വേണമെങ്കിൽ നമുക്ക് നാരങ്ങ വെള്ളം എന്ന് പറയാം. കാരണം ഒരു ഗ്ലാസ് വെള്ളം, അതിനകത്തൊരു നാരങ്ങ കിടക്കുന്നു. വെള്ളത്തിൻ്റെ പേരെന്താ? നാരങ്ങ വെള്ളം. അതിനപ്പുറത്ത് ഒരു ഗ്ലാസ്സിനകത്ത് ഒരു നാരങ്ങ മുറിച്ച് അത് പിഴിഞ്ഞു. ആ വെള്ളത്തിൻ്റെ പേര് പറ, നാരങ്ങ വെള്ളം. 2 നാരങ്ങ വെള്ളമാണ്. എന്നാൽ ഈ ആദ്യം നാരങ്ങ ഇട്ട വെള്ളത്തിൻ്റെ പ്രത്യേകത, ഞായറാഴ്ച സഭായോഗത്തിന് നാരങ്ങ എടുത്തിടാം, എന്നിട്ട് തിങ്കളാഴ്ച നാരങ്ങ എടുത്ത് കളയാം, പിന്നെ അടുത്ത ഞായറാഴ്ച ഇട്ടാൽ മതി. അങ്ങനത്തെ ചില ആമേൻ ക്രിസ്ത്യ ജീവിതമുണ്ട്. എന്നാൽ പിഴിഞ്ഞു ചേർത്താൽ, സ്തോത്രം പറഞ്ഞ് തുടങ്ങിയാട്ടെ, പിഴിഞ്ഞു ചേർത്താൽ പിരിഞ്ഞു പോകാൻ പറ്റില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ പറ, ഞാൻ ക്രിസ്തുവിലാണ്, ക്രിസ്തു എന്നിലാണ്. എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ എനിക്ക് പിരിയാൻ കഴിയില്ല. ആമേൻ. വിശുദ്ധ ബൈബിളിൽ 3 സ്ഥലങ്ങളിലെ
ക്രിസ്ത്യാനി എന്ന പദമുള്ളൂ ബൈബിളിൽ 3 സ്ഥലങ്ങളിൽ. അപ്പോസ്തലപ്രവൃത്തി 11:26, 1 പത്രോസ് 4:16, അപ്പോസ്തലപ്രവൃത്തി 26-28. ഇത് 3 വായിച്ചിട്ട് പോകുന്നുള്ളൂ. ഓരോന്നായിട്ട് വായിക്കാം. 11:26 വായിച്ചോ. ആരാണ് ആമേൻ യഥാർത്ഥ കർത്താവിന്റെ പൈതൽ? അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ആണ്ടിലും വല്ലപ്പോഴും ഈസ്റ്ററിനും ക്രിസ്മസിനും സഭായോഗത്തിന് വരികയും ബാക്കിയുള്ള സമയങ്ങളിൽ ആമേൻ സഭയുടെ വെളിയിൽ കൂടി ഇങ്ങനെ നടന്ന് ചോറ് വിളമ്പുകയും. ചില ആൾക്കാർ ശ്രദ്ധയുണ്ടോ? ആരാധന കൈയടിക്കത്തില്ല, ആരാധനയ്ക്ക് നല്ലപോലെ പ്രാർത്ഥിക്കത്തില്ല, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കത്തില്ല, വാ തുറക്കത്തില്ല. ചോറുണ്ടെന്ന് പറഞ്ഞാൽ ചാടി നിന്ന് വിളമ്പുന്ന കാണാം. കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ചില ആൾക്കാർ ഇടയോഗങ്ങൾക്ക് പോകത്തില്ല. എന്ന മാസത്തിലൊരു യോഗമുണ്ട്, മാംസയോഗം. അതിന് മാസയോഗം എന്നാണ് സഭക്കാർ ഇട്ടേക്കുന്നത്. ഞാൻ ഇട്ടേക്കുന്നത് മാംസയോഗം, ബീഫ് ഉണ്ടായിരിക്കണം. ആമേൻ, അതിന് പോകും. ഹല്ലേലൂയ. ആരാ ക്രിസ്ത്യാനി? നിരന്തരമായി സഭായോഗങ്ങളിൽ സംബന്ധിക്കുകയും. സ്തോത്രം, സ്തോത്രം. പക്ഷേ സഭയിലെ ഏറ്റവും നല്ല ദൈവപൈതൽ ആരാന്നറിയാൻ നാഗർകോവിലിൽ നിന്ന് പ്രവാചകൻ സുകുമാരൻ പാസ്റ്ററൊന്നും കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കണ്ട. സഭായം കഴിഞ്ഞ ഉടനെ വീട്ടിൽ പോകുന്നവനെ സൂക്ഷിച്ചാൽ മതി. സഭായം തീരെ ഞാൻ യവനെ സൂക്ഷിച്ചോ. ഇതൊക്കെ പറയണേ കേപ്രാൻ പറഞ്ഞാൽ സത്യത്തെ എന്നോട് ആദ്യ ദിവസം അല്ല, ദേവദാസം വേറെ ദിവസമാണ് ചോദിച്ചത്. എനിക്കില്ലായിരുന്നതാണ് സാർ. എന്നാൽ ഇന്ന് നല്ല ജനം കേൾക്കാൻ വന്നിട്ടുണ്ട്, അതൊരു സന്തോഷം. കർത്താവിനെ സ്തുതിച്ചാട്ടെ. പിന്നെ ഒന്നും പേടിക്കേണ്ടത്, ഓൺലൈനിലുണ്ട്, ലിങ്ക് കൊടുത്താൽ മതി എല്ലാവർക്കും. നിനക്ക് വൈരാഗ്യമുള്ളവർക്കെല്ലാം ഇതിൻ്റെ ലിങ്ക് കൊടുത്താൽ മതി. സ്നേഹമുള്ളവർക്കല്ല. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. സഭയിലെ ഉഴപ്പൻ വിശ്വാസിയെ, അത് സഹോദരിയാണെങ്കിലും സഹോദരനാണെങ്കിലും കണ്ടുപിടിക്കാൻ ഒരു നല്ല മാർഗമുണ്ട്. കയറി വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടെ കസേരയുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കത്തില്ല, ഇവിടെ കസേര ഇരിക്കത്തില്ല. അത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കറങ്ങിയിട്ട് ഇവിടെ ഇരിക്കാനെന്നറിയോ, ഞുള്ളാനുള്ള അടായിരിക്കുന്നത്. ഈ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ഓരോ ദൂത് പറയുമ്പോഴേ അതാരെയാന്ന് മനസ്സിലായോ? അമ്മണിക്കിട്ടാ, അമ്മണിക്കിട്ടല്ല, നിനക്കിട്ടാ. എന്താ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്? വിജയകരമായ ക്രിസ്ത്യൻ ജീവിതം. ഇന്ന് രാത്രി അതാ നീ പറയേണ്ടത്. വാ, സകല ഭക്തന്മാരും വാ, എൻ്റെ കർത്താവ് എനിക്ക് ഈ ചെയ്തത് ഞാൻ പറയാം. അവൻ എന്നെ ഒരു ദൈവവൈതലാക്കി മാറ്റിയത്. നിരന്തരമായി സഭായോഗങ്ങളിൽ സംബന്ധിക്കുകയും അടുത്തതാണ് ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ഉപദേശി എന്ന വാക്ക് എല്ലാവരും പഠിച്ചോണം. 4 അക്ഷരമേ ഉള്ളൂ, പക്ഷെ ഇടയ്ക്കൊരു പായുണ്ട്. ഇടയ്ക്കൊരു പാ എന്ന് വെച്ചാൽ പായ എന്ന അക്ഷരമല്ല, പ്രാർത്ഥിക്കാൻ ഇരിക്കാനുള്ള പാ. അപ്പോൾ ഉപദേശിയാണെങ്കിൽ എന്തുണ്ടായിരിക്കണം? പാ വേണം. പായ ഉണ്ടെങ്കിൽ എന്തുണ്ട്? പ്രാർത്ഥനയുണ്ട്. അമ്മ ചിലരെ അതുകൊണ്ടാണ് ഊദേശി ഊദേശി എന്ന് വിളിക്കുമല്ലോ, കാരണം പായില്ലാത്ത പുള്ളിയാണ്. ഉപദേശി. അവർ ബഹുജനത്തെ ഉപദേശിച്ചു, അവർ സഭായോഗങ്ങളിൽ സംബന്ധിച്ചു. അന്ത്യോക്യയിൽ വെച്ച് റിയലി ശിമോൻ പാസ്റ്റർ അറിയാം, അത് നിക് നെയിം ആയിരുന്നു അല്ലേ, ക്രിസ്ത്യൻ. അതൊരു കളിയാക്കി വിളിച്ച പേരായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ കളിയാക്കി വിളിച്ചതല്ല, അനുഗ്രഹമായി മാറി. ഹല്ലേലൂയ. ജോസഫിനെ സ്വപ്നക്കാരാന്ന് വിളിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അതൊരു അനുഗ്രഹമായി മാറി. സ്തോത്രം. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പം എൻ്റെ ചില കളിയാക്കി വിളിയായിരിക്കുന്നു എവരി ടൈം പ്രീച്ചർ എന്ന് വിളിക്കുമായിരുന്നു. വിളിച്ചവൻ ഇപ്പോൾ കലാകൗമുദി വായിച്ച് നടപ്പുണ്ട്, ഞാൻ എവരി ടൈം പ്രീച്ചറാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിന്നെ പരിഹസിച്ചത് ഹല്ലേലൂയക്കാരൻ, സ്തോത്രക്കാരൻ, സ്വപ്നക്കാരി, അന്യഭാഷക്കാരി, കലക്കവെള്ളത്തിൽ മുങ്ങിയവൾ, ഇങ്ങനൊക്കെ നിന്നെ കളിയാക്കി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ലപോലെ കൈയടിച്ചോ. അതെല്ലാം നിനക്ക് അനുഗ്രഹമായി മാറി. ആ ഇരട്ട പേരുകളെല്ലാം നിനക്ക് നന്മയായി മാറി. എൻ്റെ കർത്താവിൻ്റെ മക്കളെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചപ്പോൾ അതിലുണ്ടായ ഗുണം എന്താണെന്നറിയാമോ?
ഇന്ത്യയിൽ 56,000 ജാതികളും ഉപജാതികളുമുണ്ട്. അതൊക്കെ ഒരു കണക്കൊരു കറക്റ്റല്ല, എങ്കിലും എൻ്റെ ഒരു അറിവ് ഞാൻ പറയാം. അതിനകത്ത് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേര് കൂട്ടി വിളിക്കുന്ന ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, അത് ക്രിസ്ത്യാനിയാണ്. കാരണം ക്രിസ്ത്യാനി എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് ക്രൈസ്റ്റ് ഉണ്ട്, ക്രിസ്ത്യൻ. ആമേൻ. ഒന്ന് നല്ലപോലെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ കൃപയിൽ നിറഞ്ഞ ആത്മശക്തിയോടെ. ആമേൻ. വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ വാക്യം. ഹു ഈസ് റിയൽ ഡിസൈപ്പിൾ? ആരാണ് യഥാർത്ഥ ശിഷ്യൻ? വായിക്കാം. ആമേൻ. വൺ ഹു ലൈക്ക് ടു ഫോളോ മീ. ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ വായിച്ചോ. അവൻ അവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് 9:23 ലൂക്കോസ്. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട്. തൻ്റെ ക്രൂശ്. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വല്ലവരും ഉണ്ടാക്കി വെച്ച കാര്യം, ആമേൻ, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സ്റ്റീൽ കൊണ്ടുള്ള കുരിശല്ല, തൻ്റെ കുരിശ്. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. അതെന്താ ഈ തൻ്റെ കുരിശ് എന്ന് പറയുന്നത്? കുരിശിന് 2 തടി കഷ്ണങ്ങളാണ്. ഒന്ന് വെർട്ടിക്കൽ, 2 ഹൊറിസോണ്ടൽ. ഒന്ന് മുകളിലോട്ടുള്ള തടി, ഒന്ന് കുറുകെയുള്ള തടി. കർത്താവ് പറയുന്നത് 2 നിന്റെ ഉണ്ടായിരിക്കണം. എന്താ? ഭൂമിയിൽ നിന്ന് മുകളിലോട്ടുള്ള തടി നീയും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. സ്തോത്രം പറഞ്ഞു. എന്നാൽ കുറുകെയുള്ള തടി നിന്റെ അടുത്ത കസേരയിൽ ഇരിക്കുന്നവരുമായിട്ടുള്ള നിന്റെ ബന്ധത്തെ കാണിക്കുന്നതാ. ഇന്ന് രാത്രി 2 തടിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുന്ന ദൈവത്തിൻ്റെ പൈതലാകത്തുള്ളൂ. ഒന്ന് നല്ലപോലെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഒന്ന് മഹത്വപ്പെടുത്തി. സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുമെന്ന് ചോദിച്ചത് ആ അർത്ഥത്തിലാ. ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയുന്നു, സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നുവെന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, കണ്ട ദേശത്തോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ ഏത് ജാതിയോ ഏത് മതമായിക്കോട്ടെ, എന്നാൽ ഇന്ന് രാത്രി ക്രിസ്തീയ കൺവെൻഷനിൽ ഞങ്ങൾ സുവിശേഷത്തിന്റെ വചനത്തെ നിങ്ങൾക്ക് വിളിച്ചു പറയുമ്പോൾ ഇന്ന് രാത്രി ചോദിക്കുന്നു, അപ്പനെ സ്നേഹിക്കാൻ, അമ്മയെ സ്നേഹിക്കാൻ, സഹോദരനെ സ്നേഹിക്കാൻ, കൂട്ടുപ്രവർത്തകനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഏക പുസ്തകം അത് സത്യവേദ പുസ്തകം, അത് യേശുവിന്റെ വചനം. നമ്മുടെ ദേശത്ത് ഇവിടെ പ്രസംഗിക്കുന്ന സുവിശേഷത്തെ വിരുദ്ധമായിട്ട് ഒരു ദൈവ പൈതൽ പോലും ഉണ്ടായിരിക്കരുത്. കാരണം നമ്മൾ ഈ ദേശത്തോട് വിളിച്ചു പറഞ്ഞത് അപ്പനെ സ്നേഹിക്കുന്ന, അമ്മയെ സ്നേഹിക്കുന്ന, സഹോദരനെ സ്നേഹിക്കുന്ന, കുടുംബത്തെ സ്നേഹിക്കുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ എന്ന. ജാതിയില്ലാത്ത, മതമില്ലാത്ത, അവരുടെ സവർണ മേധാവിത്വമില്ലാത്ത, ആമേൻ, വരേണ്യവർഗം, ആമേൻ, അടിമകളാക്കി മറ്റുള്ളവരെ വെക്കാത്ത, എല്ലാവർക്കും തുല്യത, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഏക പുസ്തകം സത്യവേദ പുസ്തകം. ആമേൻ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുക, മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുക, ആത്മശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. ഇന്ന് രാത്രി പറ, അവൻ എനിക്കൊരു പുതിയ പേര് തന്നു, അവൻ എനിക്കൊരു അഡ്രസ്സ് തന്നു. ആ പേര് കെ എബ്രഹാം എന്നുള്ള പേരല്ല, ഷീമോൻ പാസ്റ്റർ എന്നുള്ള പേരല്ല, ആമേൻ, ഹല്ലേലൂയ, ഇമ്മാനുവൽ എന്നുള്ള പേരല്ല, ക്രിസ്ത്യാനി എന്ന പേര് എനിക്ക് തന്നു. അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത്. എന്നെ അവൻ്റെ പൈതലാക്കി മാറ്റി, എന്നെ ക്രിസ്തുവിൻ്റെ മകനാക്കി മാറ്റി, മകളാക്കി മാറ്റി. പോകാം, അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. സ്തോത്രം. എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥന. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. വായിക്കാം. ക്രിസ്ത്യാനിയായിട്ട്, രണ്ടാമത്തെ പദം ക്രിസ്ത്യാനി എന്നുള്ള ബൈബിളിന്റെ 2-ാമത്തെ പദം ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ. കഷ്ടം സഹിക്കേണ്ടി. ലോകത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണേ, ഈ ലോകത്തിൽ പലരും വശീകരിക്കുന്നത് പലതും കൊടുത്ത. ബ്രൗൺ ഷുഗർ, കാഷിഷ്, മരിഞ്ചുവാന, കഞ്ചാവ്, MDMA, LSD, പെതഡിന്, ബ്രാൻഡി, പിന്നെ അതൊരു സെക്ഷൻ. രണ്ടാമത് ചുരിദാറ്, ഐസ്ക്രീം, അലുവ, മട്ടൻ ബിരിയാണി, അതൊരു ഐറ്റം. രണ്ടാമത് കുഴിമന്തി, ചിക്കൻ ഫ്രൈ, ചിക്കൻ ചില്ലി ഫ്രൈ, ചിക്കൻ 65, ചിക്കൻ 95, ചിക്കൻ 75. എന്താ അറിയത്തില്ല, ഉണ്ടോ ഇല്ല ഒന്നും അറിയത്തില്ല. ഇങ്ങനെ പലതും കൊടുത്താൽ പലരും വശീകരിക്കുന്നേ.
അങ്ങനെ ലോകം. എന്നാൽ യേശു നമ്മളെ വശീകരിച്ചത് കഷ്ടത തന്ന, നിന്ന തന്ന, അതിലാണ് നമ്മൾ വീണുപോയേ. ലോകത്തിൽ ആരെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോട് വിളിക്കുമ്പം ഇവിടെ പ്രശ്നമുണ്ട് വരുന്നോ എന്നാരെങ്കിലും ചോദിക്കുമോ? പാസ്റ്റർ പുതിയതായിട്ട് സഭയച്ചാരമാണ്, പാസ്റ്റർ ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ അപ്പടി പ്രശ്നമാണ്, വരുന്നോ എന്ന് ചോദിക്കുമോ? ഇല്ല. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടം ഉണ്ട്. ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നല്ല, ഉണ്ട്. സൗകര്യം ഉണ്ടാകുന്നാൽ മതി. സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ സുഖമാണ്. ഇവിടെ നിനക്ക് 24 മണിക്കൂറും ചിക്കൻ ബിരിയാണി ആണെന്നൊന്നും പറഞ്ഞ് ആരും നിന്നെ വിളിച്ചിട്ടില്ല. ബൈബിൾ പഠിക്കും, ബൈബിൾ. ആമേൻ. യോഹന്നാൻ 16 അവസാനത്തെ വാക്യം, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. എന്നാൽ അടുത്ത വാക്യം കൂടെ ശ്രദ്ധിക്കണമെങ്കിലും, ധൈര്യപ്പെടുവീൻ, ഞാൻ അതിനെ മുഴുവൻ ജയിച്ചവൻ നിന്റെ മുൻപിലുണ്ട്. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുക. നീ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വരുമ്പോഴെല്ലാം ഓർത്തോ, അവൻ ഇന്ന് രാത്രി പാസ്റ്ററെ ഒരു കഷ്ടവുമില്ല, വളരെ സന്തോഷമായിട്ടിരിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് പോകുന്നു, ഒരു നിന്നയില്ല, ഒരു പരിഹാസവുമില്ല, അങ്ങനെയുള്ള ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, നിന്നെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ല, പിശാചിന് പോലും നിന്നെ വേണ്ട. ആമേൻ. എന്നാൽ നിനക്ക് നിന്നയുണ്ട്, നിനക്ക് കഷ്ടമുണ്ട്, നിനക്ക് പ്രശ്നമുണ്ട്, അത് ചെറുതോ വലുതാകട്ടെ, എന്നാൽ എഴുതിയിട്ടോ, എൻ്റെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങുക. എൻ്റെ തമ്പുരാൻ നിന്നെ കരങ്ങളെടുക്കാൻ തുടങ്ങുക. നിന്റെ പ്രശ്നങ്ങൾ അത് നാശത്തിനല്ല, അത് അനുഗ്രഹത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുക. ഇനി അത് മാത്രമല്ല, 1 പത്രോസ് 4:12 മോളെ അതൊന്ന് വെച്ച്, 1 പത്രോസ് 4:12 വെച്ച്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം, മറ്റാർക്കും ഉണ്ടാകാത്ത ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും. ഒന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ട് കേൾക്കണം, അത് കേൾക്കണം, അങ്ങനെ വേണം കേൾക്കാൻ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് കരം നല്ലപോലെ അടിച്ച് ആത്മാവിൽ ദൈവത്തോട് സ്തുതിക്കാൻ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. ആമേൻ. ഇന്ന് രാത്രി നമുക്ക് വിളിച്ചു പറയാം, സകല ഭക്തന്മാരുമായി ഉള്ളവര് വന്ന് കേൾപ്പി, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കഷ്ടത ഞങ്ങളുടെ നാശമല്ല, ഈ നിന്ന ഞങ്ങളുടെ അവസാനമല്ല, ഞങ്ങൾക്കൊരു തേജസ്സിന്റെ പ്രത്യക്ഷതയുണ്ട്. ഞങ്ങൾക്ക് മാത്രം പറയാനുള്ളൊരു ദൂതാണ്. ആമേൻ, ആമേൻ. ലോകത്തിൽ കഷ്ടതയെക്കുറിച്ച് പല മതങ്ങൾക്ക് പല ചിന്തകളുണ്ട്, എല്ലാം പറയുന്ന രാത്രി സമയം എടുക്കുന്നില്ല. കിസ്മത്ത് എന്നൊരു മതം പഠിപ്പിക്കുന്ന കഷ്ടത. കിസ്മത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ വന്നത്. ആമേൻ. പൗലോസ് ഒന്നുകുറയെ 39 അടി, ഒന്നുകുറയെ 40 അടി, 39 അടി വീതം 5 പ്രാവശ്യം കൊണ്ടത്. ഒരു തെറ്റും ചെയ്തിട്ടല്ല. കോലിനാലുള്ള അടി 3 വട്ടം. 8 ആപത്തുകളാണ് കടന്നു പോയെന്ന് എഴുതിയിട്ടുണ്ട്. 8 ആപത്തുകൾ, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, അങ്ങനെ പറഞ്ഞ് കള്ള സഹോദരന്മാരുള്ള ആപത്ത് 8ാമത്തത്. ഇതെല്ലാം കടന്നു പോയത്. ദാഹം, വിശപ്പ്, ജയിലറ, എല്ലാം കടന്നു പോയത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടല്ല, യേശുവിനെ പ്രസംഗിച്ചതിൻ്റെ പേരില, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിയത് കൊണ്ട്, നീ സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട്, നീ ഹല്ലേലൂയ പറഞ്ഞത് കൊണ്ട്, നീ അന്യഭാഷയിൽ ആരാധിച്ചത് കൊണ്ട്, നിന്നെ നിന്ദിക്കുമ്പോൾ, നീ പരിഹസിക്കപ്പെടുമ്പോൾ, നീ വേദനിക്കുമ്പോൾ, നീ അപമാനിക്കപ്പെടുമ്പോൾ, അപവാദങ്ങൾ നിനക്കെതിരെ പറയുമ്പോൾ, ബൈബിൾ പറയുന്നത് സന്തോഷിച്ചുകൊള്ളു. ഇന്ന് രാത്രി ഞങ്ങൾക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. സകല ഭക്തന്മാരുമേ, ഞങ്ങൾ കടന്നുപോയ വഴികളൊന്നും ഞങ്ങൾക്ക് ദോഷമല്ല, എല്ലാം നന്മയ്ക്കായി. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. 2 വീട്ടുകാർ തമ്മിൽ ഭയങ്കര പ്രശ്നം. അയൽവക്കംകാരാ. കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ മുതൽ മാതാപിതാക്കൾ തുടങ്ങിയ പ്രശ്നമാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വലുതായി, കുഞ്ഞുങ്ങളൊക്കെ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിച്ചു. 2 വീട്ടുകാരും വീടിനിടയ്ക്ക്
ഇതിനേക്കാൾ വലിയ മതില എത്തി നോക്കിയാൽ പോലും കാണുകയില്ല. അതുപോലെ വൈരാഗ്യമാണ്. അപ്പോൾ ഇങ്ങേ വീട്ടിലെ ഒരു മോൻ, അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചു, ഇലക്ട്രോണിക്സിൽ അവൻ ഉന്നത ബിരുദധാരിയായി. അവൻ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്ലാസ്സിൽ വെച്ച് ഇങ്ങനെ പഠിച്ച കൂട്ടത്തിൽ ചെറിയ ബോംബ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് അവൻ പഠിച്ചു. അപ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ അപ്പനോടും അമ്മയോടും ചെറുപ്പം മുതൽ ഞങ്ങളുടെ ഓർമ്മ വെച്ച കാലം മുതൽ വടക്കുണ്ടാക്കുന്ന അയൽപക്കക്കാർക്ക് ഒരു ചെറിയ ബോംബ് ഉണ്ടാക്കി ഒരു ഏറ് വെച്ച് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അവൻ കോളേജിൽ നിന്ന്, അവൻ്റെ ലബോറട്ടറിയിൽ നിന്ന് ഒരു ചെറിയ ബോംബ് അവനുണ്ടാക്കി. അതുകൊണ്ടാണ് ആ പ്രാവശ്യം അവധിക്ക് വന്നത്. എന്നിട്ട് വെളുപ്പിനെ 2 മണിക്ക് അവൻ്റെ സ്വന്തം അപ്പനും അമ്മയും പോലും അറിയാതെ അവൻ മുറ്റത്തിറങ്ങി ഈ ബോംബെടുത്ത് അങ്ങേ വീട്ടുകാരെ മതിലിനപ്പുറത്തോട്ട് എറിഞ്ഞ്. നമ്മൾ ചില ബോംബൊക്കെ എറിയുമ്പം ഇത് എവിടെ പോകുന്നത് വീഴുന്നത് പോലും നമുക്കറിയില്ല. നമ്മുടെ ചില വാക്കുകളൊക്കെ ബോംബായിട്ട് വീടാറുണ്ട്. പോട്ടെ, അവിടേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്നാൽ ഇവൻ എറിഞ്ഞത് ഒരു 2:30-3 മണിക്കാണെങ്കിലും വെളുപ്പിന് 5 മണിയായപ്പോൾ ഒരു 6 മണിയായി കാണും. ആ വീട്ടിലുള്ളവരെല്ലാം കൂടി മതിൽ വഴി ചാടിയല്ല, ഫ്രണ്ട് ഗേറ്റ് വഴി ഈ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കോളിംഗ് ബെല്ലടിച്ചു. വീട്ടുകാരിറങ്ങി. എന്നിട്ട് ചോദിച്ചു, ഇവിടുന്ന് ആരാ അങ്ങോട്ട് ഏതാണ്ട് പടക്കോ ഏതാണ്ട് എടുത്ത് എറിഞ്ഞതെന്ന് ചോദിച്ചു. വലിയ പൊട്ടുന്നൊരു സാധനം എറിഞ്ഞ് ആരാന്ന് ചോദിച്ചു. ഉടനെ ഈ മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങളാരും എറിഞ്ഞില്ല. അവൻ എറിഞ്ഞേച്ച് കയറി കിടക്കുക. ആ മോൻ എറിഞ്ഞിട്ട് കയറി കിടക്കുക. ഉടനെ അവർ പറഞ്ഞു, നിങ്ങളെ വഴക്ക് പറയാനൊന്നും അല്ല, നിങ്ങൾ ആ എറിഞ്ഞ ആ പടക്കം പോലൊരു സാധനം ഞങ്ങളുടെ വീട്ടിൽ 5 കൊല്ലമായിട്ട് കിണർ കുടിച്ചിട്ട് വെള്ളം കിട്ടാത്ത കിണറ്റിനകത്താ വീണ് വെള്ളം കിട്ടിയെന്ന് പറഞ്ഞു. ആർക്ക് മനസ്സിലായവർ സ്വത്രം പറയാം, അല്ലാത്തവരെന്തെങ്കിലും കാണിക്കും. അപ്പം എന്താ ചെയ്യാനാ? ഇന്ന് രാത്രി ദൈവം നിനക്ക് നന്മയൊരുക്കുമ്പം എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു കാര്യമുണ്ട്. അതൊന്നും പറയാതെ പോകാൻ പറ്റില്ല. 10 മിനിറ്റ് പോയാലും പറയാം. ഡൽഹിക്ക് പോയ ഒരു തമിഴ്നാട്ടിലുള്ളൊരു മനുഷ്യൻ ഡൽഹി ചെല്ലാറായപ്പോഴത്തേക്ക് അയാളുടെ കോറിഡോറിൽ, ആ ട്രെയിനിൻ്റെ ആ കമ്പാർട്ട്മെൻറ്റിൽ, ആ കോറിഡോർ 8 സീറ്റുള്ളൊരു ഭാഗമാണ് കോറിഡോർ. അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി. ഇയാൾ ഒരു സായിപ്പ് മാത്രമേ ഉള്ളൂ. ഒരു സായിപ്പിൻ്റെ ഒരു കീറിയ ഭാഗ്യം വെച്ചോടെ സായിപ്പ് ഇരിപ്പുണ്ട് അവിടെ. അങ്ങനെ ട്രെയിൻ നിർത്താറായപ്പോൾ ഈ സായിപ്പിന് ഒരു ചങ്കുവേദന വന്നു. ഇയാളൊരു നല്ല പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ഇയാൾ സായിപ്പിനെ പിടിച്ച് മടി കിടത്തി യേസപ്പാ 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 എന്ന് പ്രാർത്ഥിച്ചു. സായിപ്പ് ചത്തുപോയി. സായിപ്പ് ഇയാളുടെ മടി കിടന്ന് ചത്തുപോയി. ചെന്നിറങ്ങി സായിപ്പിൻ്റെ ശവം കൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനോട് ഇറങ്ങുന്നത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നു. സായിപ്പിൻ്റെ ശവം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. മനസ്സിലാകുന്നുണ്ടോ? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് പോലീസുകാർ ഒന്ന് പറഞ്ഞു, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, നിനക്ക് പോകാം. അപ്പോൾ ഇയാളുടെ ഒരു പുതിയ സൂട്ട്കേസ്, ഇയാളുടെ സൂട്ട്കേസ് എടുത്തുകൊണ്ട് ഇയാൾ ഇറങ്ങാൻ തുടങ്ങിയപ്പം അവിടുത്തെ പോലീസുകാരെ പറഞ്ഞു, रुक जाओ, उधर रखो, वो नवा सूटकेस उधर रखो, फटवाला ना पुराना लेके जा रहा. अकेरी എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓ പട്ടണ വാല മേരാ നഹീ, ഓ സായിപ്പ് കാ ഹൈ. അത് അവൻ്റെയാണെന്ന് പറഞ്ഞു. കീറിയത് ഈ പുതിയ സൂട്ട്കേസ് എൻ്റെ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഈ പോലീസിൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവൻ പോയി കഴിയുമ്പം സായിപ്പിൻ്റെ പുതിയ സൂട്ട്കേസ് ഇവൻ എടുക്കണം. അതിനാണ് ഇവൻ ഈ കിടന്ന് വെള്ളം ഉണ്ടാക്കുന്നത്. സത്യത്തിൽ സായിപ്പിൻ്റെ കീറിയതാണ്. സായിപ്പ്മാരെ നിങ്ങൾ കണ്ടുണ്ടല്ലോ കോവളത്തൊക്കെ, കീറാത്ത ഒരെണ്ണത്തിൻ്റെ എങ്കിലും ഉണ്ടോ? ഈ കീറിയ വായും കൊണ്ടാണ് ഈ പുള്ളി വന്നിരിക്കുന്നത്. അവസാനം പോലീസുകാരൻ പറഞ്ഞിട്ട് ഇവൻ സമ്മതിക്കത്തില്ല. മേ ചൂട്ട് നഹീ ബോൾത്താ, मैं सच बोलता हूँ, ये नवा सूटकेस मेरा है, वो फटने वाला वो आदमी का है. അവസാനം പോലീസ് പറഞ്ഞിട്ട് പോയിട്ട് ഒറ്റ അട്ടി കൊടുത്ത് പറഞ്ഞു, പുറാനല്ലൊക്കെ ചാവെന്ന് പറഞ്ഞു. അട്ടി കൊണ്ടാവും പഴയത് കൊടുത്തുകൊണ്ട് ഓടി. ആ സായിപ്പിൻ്റെ അങ്ങ് ട്രെയിനിൽ അങ്ങ് തിരിച്ചു കയറിയ ജോലിക്കൊന്നും പോയില്ല. വീട്ടിൽ ചെന്ന് കയറിയൊരു ബാഗ് അവിടെ ഇട്ടിരുന്നു. ഈ ഭാര്യ ഈ ബാഗെല്ലാം തന്നപ്പോൾ അതിനൊരു 5-8 ഉറയുണ്ട് അതിന് അവിടെ ഇവിടെയൊക്കെ. ഇവരുടെ ഈ ബാഗിന് അങ്ങോട്ട് പിടിച്ചാൽ സായിപ്പ്മാരുടെ ബാഗ് കിട്ടിയാൽ നല്ലപോലെ നോക്കിയിട്ടേ കളയാവും കേട്ടോ. കാരണം അതിന് ഒരുപാട് ഉറയുണ്ട് പലയിടത്തും. അതിനകത്തെല്ലാം ഡോളറും യൂറോയും ഒക്കെ ഉണ്ടായിരുന്നു. ഉടനെ ഭാര്യ ചോദിച്ചു, നല്ല പ്രാർത്ഥിക്കുന്ന ഭാര്യ, അവർ ചോദിച്ചു, எங்க நீங்க இதை எடுத்து வரலாமா? நம்ம இயேசுவை ஆராதிக்கிறவங்க தெரியுமா, நம்ம பெந்தகோஸ்து அபிஷேகம் பெற்றவங்க, ஊரானுக்குள்ள நமக்கு எதுக்கு இந்த பாகியை எடுத்துட்டு வந்த? உடனே அவன் പറഞ്ഞു, நான் அடி எடுத்தேன், வேண்டாம் வேண்டாம் நம்பத்தோட சொன்னடி, அடிச்சு கொடுத்தாரடி.
അടിച്ചു കൊടുത്താറ്. ആമേൻ. ഇന്ന് രാത്രി ചുമ്മാ തമാശന് ചിരിക്കാൻ മാത്രം പറഞ്ഞല്ല, ദൈവം നിനക്ക് നന്മ തരണമെന്ന് വിചാരിച്ചാൽ ഒന്ന് നല്ലപോലെ കർത്താവിനെ ആരാധിച്ചോ. ഒരു നന്മ നിനക്ക് തരണമെന്ന് എൻ്റെ ദൈവം വിചാരിച്ചാൽ അത് നിന്റെ വീട്ടിൽ അവൻ എത്തിച്ചിരിക്കും. ഇന്ന് രാത്രി നല്ലപോലെ കർത്താവിനെ സ്തുതിക്കുക. അത് ഇടയ്ക്ക് ആർക്ക് തടയാൻ പറ്റില്ല. അത് നിനക്കുള്ള നന്മയാ. അത് തമ്പുരാൻ നിനക്ക് തരേണ്ടതാ. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു അനുഗ്രഹത്തിന് വേണ്ടി നിന്നെ വിളിക്കപ്പെട്ട വ്യക്തിയാണെന്ന് ഉറപ്പുള്ളവരുടെ ആരാധന ഇന്ന് രാത്രി ഇവിടെ ഉയരട്ടെ. ഇന്ന് രാത്രി ഒരു അനുഗ്രഹത്തിന് വേണ്ടി വിളിക്കപ്പെട്ടതാണ്. ഈ കഷ്ടങ്ങൾ സാരമില്ല, ഈ ഭാരങ്ങൾ സാരമില്ല, ഈ വേദനകൾ സാരമില്ല. ആമേൻ. യേശു വരാറായി. സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. മുമ്പോട്ട് പോവുക, സമയമില്ല. ക്രിസ്ത്യാനി എന്ന ബൈബിളിലെ 3-ാമത്തെ പദം അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. യെസ്. അഗ്രിപ്പ പൗലോസിനോട് ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോസ്തലൻ പൗലോസ് തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, താൻ പറഞ്ഞു, സ്വർഗീയ ദർശനത്തിന് ഒരിക്കലും ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ആമേൻ. ദമസ്കോസിന്റെ പടിക്കൽ വെച്ച് എന്റെ പ്രാണനാഥന്റെ തേജസ് ഞാൻ കണ്ടു. ആമേൻ. അന്ന് മുതൽ ഇന്നു വരെ അവൻ എന്നെ നടത്തിയ വഴികളെ കുറിച്ച് പൗലോസ് വിവരിച്ചപ്പോൾ അഗ്രിപ്പ രാജാവ് പൗലോസിനോട് പറയാ, പൗലോസേ, നിന്റെ സാക്ഷ്യം കേട്ടിട്ട് ഞാനൊരു ക്രിസ്ത്യാനിയായി തീരുമോ എന്ന് എനിക്ക് തോന്നുകയാ. എന്താ ക്രിസ്ത്യാനിയുടെ പ്രത്യേകത? അവൻ കഷ്ടം സഹിക്കുന്നവനാണ്, അവൻ സഭായോഗത്തിൽ സംബന്ധിക്കുന്നവനാണ്, അവൻ കഷ്ടം സഹിച്ചുകൊണ്ട് ആ നാമം ധരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനാണ്. അതിനപ്പുറത്ത് അവൻ സാക്ഷ്യമുള്ളവനാണ്, അവൻ സൗരഭ്യമുള്ളവനാണ്. ഒന്ന് നല്ലപോലെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് രാത്രി പറ, സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ. എന്റെ പ്രാണന് വേണ്ടി അവൻ ചെയ്തത് എന്താ? ആരും അറിയാതിരുന്ന എന്നെ, ആർക്കും വേണ്ടാതിരുന്ന എന്നെ, എല്ലാവരും തള്ളിക്കളഞ്ഞ് എന്നെ, പാർശ്വവൽക്കരിക്കപ്പെട്ട എന്നെ, ഒറ്റപ്പെടുത്തി എന്നെ ഒരു സുവിശേഷകനാക്കി മാറ്റിയത്. ഞാൻ പ്രസംഗിക്കുമ്പോൾ, ഞാൻ സുവിശേഷം പറയുമ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കത്തക്ക രീതിയിൽ എനിക്കൊരു അനുഭവ സാക്ഷ്യം തന്ന ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തട്ടെ. സകല ഭക്തന്മാരെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന വീട്ടമ്മയ്ക്ക് പറയാനുണ്ട്. എന്റെ സാക്ഷ്യം കേട്ട് ചിലർ യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്. എന്റെ സാക്ഷ്യം ഞാൻ ചിലരോട് പറഞ്ഞിട്ടുണ്ട്. നീ ഇന്ന് രാത്രികാലം യേശുവിന്റെ സാക്ഷിയാണ്. അത് ആ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയൊരു ഒരു വലിയ പദവിയായി. അത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് ഞാൻ അവന്റെ നിർമ്മിത കഥകൾ പ്രസ്താവിക്കുന്നതല്ല, മഹിമ കണ്ട സാക്ഷി. എനിക്ക് പറയാൻ ആയിരം നാക്ക ആർക്കും വേണ്ടാതിരുന്ന വിഷം തെറ്റൽ അലറി നിലവിളിച്ച് കരഞ്ഞിട്ടുള്ള കെ എബ്രഹാം. എൻ്റെ വീടിൻ്റെ വാതിൽക്ക് കൂടെ പോയ ഒരു പാർട്ടിയുടെ കാൽനട ജാഥ, കൊടിയുടെ നിലവ് എനിക്കറിയില്ല, പക്ഷെ ഫ്രണ്ടിൽ പോയ വണ്ടി അനൗൺസ് ചെയ്തു, ഈ കാൽനട ജാഥയ്ക്ക് ഈ ജംഗ്ഷനിൽ വെച്ച് ആഹാരം കൊടുക്കുന്നുണ്ട് എന്ന് അനൗൺസ് ചെയ്തപ്പോൾ ഒരാളോട് ഒരു കൊടി മേടിച്ച് പിടിച്ച് അതിൻ്റെ കൂടെ ഞാനും നടന്നു. എൻ്റെ ലക്ഷ്യം ആഹാരം കൊടുക്കുന്നുണ്ട്, വിശപ്പ. പാർട്ടിയുടെ പേരറിയാതെ, കൊടിയുടെ നിറമറിയാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ജാഥയ്ക്കകത്ത് കയറി നിന്ന് ചെന്നിടത്ത് ചെന്നിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അത് വിളമ്പിയ വീട്ടുകാർക്ക് എൻ്റെ അപ്പനെ അമ്മയെ അറിയായിരുന്നു. അവർ അന്നേരമൊന്നും പറഞ്ഞില്ല. കഴിച്ച് കൈയെല്ലാം കഴുകിക്കഴിഞ്ഞ് ആ വീട്ടിലെ ആൻറ്റി എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മക്കൾ എന്തിനാ ഇതിൻ്റെ കൂടെ വന്നേ? ഞാൻ കരഞ്ഞു പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ വന്നതാ. അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തതെന്ന് രാത്രി എത്ര പറഞ്ഞാലും തീരില്ല, എത്ര പറഞ്ഞാലും തീരില്ല, എത്ര പറഞ്ഞാലും തീരില്ല. ഇന്ന് രാത്രി എത്ര പ്രസംഗിച്ചാലും തീരില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം വല്ലാത്ത ലോകമാണ്. നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ തകർത്ത് കളയാനുള്ള സകല ആയുധങ്ങളുമായി നിങ്ങളുടെ ചുറ്റും ശത്രുവുണ്ട്. ഈ കണ്ടില എന്ന് പറയുന്ന ഒരു ദേശം മാത്രമല്ല, തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു ജില്ല മാത്രമല്ല,
പിശാച് ഇന്ത്യ മുഴുവൻ ലക്ഷ്യം വെച്ചിരിക്കുക, തകർക്കാൻ. ആമേൻ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയും, പ്രാർത്ഥിക്കുന്ന കൃപയുള്ള ദൈവത്തിന്റെ പൈതൽ, അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ പൈതൽ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ദേശത്തിന്റെ കാവൽക്കാരായി എഴുന്നേറ്റ് നിന്നാൽ ശത്രുവിനാ ദേശം ദൈവം വിട്ടുകൊടുക്കില്ല. ശത്രുവിനാ ദേശം ദൈവം വിട്ടുകൊടുക്കില്ല. നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ ചില വാക്യങ്ങളൊക്കെ വായിച്ച് കേൾപ്പിക്കാൻ മനസ്സിൽ ആഗ്രഹിച്ചാൽ വന്നേ. വേണേ വാക്യം മാത്രം ഒന്ന് വായിച്ചു തരാം. നിങ്ങൾ റെഫറൻസ് എഴുതിയെടുത്ത് പിന്നെ വായിച്ചു എടുക്കാം. മീഖ പ്രവചനം എടുക്കാം. മീഖ 2:1, 2:6, 2:8, 7:2 ഒന്ന് വായിച്ചു പോകാം നമുക്ക്. ആമേൻ. യെസ്, ഒന്ന് വായിച്ചു പോട്ടെ. യെസ്, മീഖ പ്രവചനം 2-ാം അധ്യായം. ആമേൻ. അതിന്റെ 1-ാമത്തെ വാക്യം. യെസ്, ഒന്ന് വായിക്കാം. കിടക്കമേൽ നീതികേട് നിരൂപിച്ച്. നീതികേട് നിരൂപിക്കുന്നത് രാത്രിയിൽ പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം, അവർക്ക് പ്രാപ്തിയുള്ളത് കൊണ്ട് പുലരുമ്പോൾ തന്നെ അത് നടത്തുന്നു. എന്ന് പറഞ്ഞാൽ രാത്രി കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് നീതികേട് നിരൂപിക്കുന്നു, രാവിലെ അത് യൂട്യൂബിനകത്ത് ഇടുന്നു. അതാണ് രാത്രിയിൽ കിടക്കമേൽ ഇരുന്ന് നിരൂപിച്ച് പുലരുമ്പോൾ അത് ടെലികാസ്റ്റ് ചെയ്യും. നിനക്ക് ചുറ്റുമുണ്ട്. രാത്രി കിടക്കമേൽ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഓഡിയൻസ് ഒന്നും വേണ്ട, ദോഷം നിരൂപിച്ചിട്ട്. ആമേൻ. ഇന്ന് നടക്കുന്നത് അതാ. നിങ്ങൾ അറിഞ്ഞോ, ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു വർഷം 210 കോടി രൂപ ഓൺലൈൻ തട്ടിപ്പിലൂടെ ആഫ്രിക്കക്കാർ കൊണ്ടുപോയി. വായിച്ചായിരുന്നോ പത്രത്തിൽ? വായിച്ചോ നിങ്ങൾ? 210 കോടി. ആമേൻ. ചുമ്മാ ചോദിച്ചോളൂ, ചേച്ചി OTP ഉണ്ടോന്ന്. OTP കൊടുത്തു, 1.5 ലക്ഷം പോയി. ചിലരുടെ വിചാരം OTP എന്ന് പറഞ്ഞാൽ അലുവയാണ്, കാശ് പോകുന്ന ഏർപ്പാടാ. ബാങ്കുകാർ പ്രത്യേകം പറഞ്ഞു OTP കൊടുക്കരുത്. ഈയിടെ ഒരു ആൻറ്റിയോട് പറഞ്ഞാൽ വന്ന OTP തന്നാൽ സൗന്ദര്യം വർദ്ധിക്കുന്നു, അന്നേരം OTP കൊടുത്തു. രാത്രിയിൽ കിടക്കമേൽ ദോഷം നിരൂപിച്ചോട് പുലരുമ്പോൾ ചെയ്യുന്നവൻ. 2:6 വായിക്കുക. 2:6. പ്രസംഗിക്കരുതെന്ന് അവർ പ്രസംഗിക്കുന്നു, ഇവയെ കുറിച്ച് അവർ പ്രസംഗിക്കേണ്ടതല്ല. അവർ പറയുന്നു നിങ്ങൾ പ്രസംഗിക്കരുത് എന്ന് അവർ പ്രസംഗിക്കുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, അവർക്ക് പ്രസംഗിക്കാവോ? അവർക്ക് എന്തും പ്രസംഗിക്കാം, പക്ഷെ ശീമോൻ പാസ്റ്റർ പ്രസംഗിക്കാൻ പാടില്ല. പുസ്തകത്തിലെ വാക്യം വായിച്ചത് എൻ്റെ സ്വന്തമല്ല. പ്രസംഗിക്കരുത് എന്നവർ പ്രസംഗിക്കുന്നു. എന്തു പ്രസംഗിക്കരുത്? സുവിശേഷം മാത്രം പ്രസംഗിക്കരുത്, ബാക്കി എന്ത് വൃത്തികേടും പറ. 50K സുവിശേഷം പ്രസംഗിച്ചാൽ 344 വ്യൂവേഴ്സ്. ഉടുപ്പിട്ടുകൊണ്ട് പ്രസംഗിക്കുന്നവർക്ക് വ്യൂവേഴ്സ് ഇല്ല. അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ പറയുന്നുമില്ല. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ്. ഇല്ല, ഇപ്പം എന്തോ ചെയ്യുന്നു. പ്രസംഗിക്കരുത്. എന്ത് പ്രസംഗിക്കരുത്? ബൈബിൾ മാത്രം പ്രസംഗിക്കരുത്, ബാക്കി എന്തും പ്രസംഗിക്കാം. എന്ത് അനാവശ്യവും പ്രസംഗിക്കാം, എന്ത് ഫേക്കും പ്രസംഗിക്കാം, എന്ത് വ്യാജവും പ്രസംഗിക്കാം. എന്ത് പ്രസംഗിക്കരുത്? സുവിശേഷം പ്രസംഗിക്കരുതെന്ന് അവർ പ്രസംഗിക്കുന്നു. 2:8 വായിക്കുക. 2:8 വായിക്കുക. മുൻപേ തന്നെ എന്റെ ജനശത്രുവായി എഴുന്നേറ്റിരിക്കുന്നു, യുദ്ധവിമുഖന്മാരായി നിർഭയമായി കടന്നു പോകുന്നവരുടെ വസ്ത്രത്തിന്മേൽ നിന്ന് നിങ്ങൾ പുതപ്പ് വലിച്ചെടുക്കുന്നു. വസ്ത്രം വലിച്ചു കീറുന്നവർ ദേശത്ത് വർദ്ധിച്ചിരിക്കുന്നു. പുതപ്പ് വലിച്ചെടുക്കുന്നവർ. നീ അങ്ങനെ തുണി ഉടുത്ത് നടക്കണ്ട. പുസ്തകമാ വായിച്ചത്, പുസ്തകമാ. നിനക്ക് ചുറ്റും ഭീകരമായ ശബ്ദങ്ങളുണ്ട്. തകർത്ത് കളയാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയാ. ഇതിനെ ജയിക്കാൻ 2 മാർഗങ്ങളില്ല. ഇതിനെ ജയിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. നിന്റെ മേൽ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയുക. നിന്നെ ധൈര്യപ്പെടുത്താൻ, നിന്നെ നിലനിർത്താൻ, നിന്നെ ബലപ്പെടുത്താൻ, നിനക്കെല്ലാ ഭയങ്ങളും മാറ്റിക്കളയാൻ, നിനക്ക് ആത്മാവിൽ അവൻ ശക്തി പകരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ അത്യന്ത ശക്തിയാൽ നിറയാം.
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഉയരത്തിലെ ശക്തി ധരിക്കാതെ പുറത്തിറങ്ങരുത്. 3.5 കൊല്ലം യേശു ക്രിസ്തുവിൻ്റെ യൂണിവേഴ്സിറ്റി പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത ശിഷ്യന്മാരോട് പറഞ്ഞു, ഗ്രാജുവേഷനൊക്കെ ഇരിക്കട്ടെ, സർട്ടിഫിക്കറ്റൊക്കെ ഇരിക്കട്ടെ, പക്ഷേ ഉയരത്തിലെ അഭിഷേകം കിട്ടാതെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അഭിഷേകം ഇല്ലാത്തവരെല്ലാം ശുശ്രൂഷ ഇന്ന് നിർത്തിയവരെ കാത്തിരുന്ന് കിട്ടിയിട്ട് ഇറങ്ങിയാൽ മതി. സ്തോത്രം പറഞ്ഞോട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ആ മീക പ്രവചനത്തിന് ഒരു വാക്യം കൂടെ, 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ച മോളെ. യെസ്. ഭക്തിമാൻ ഭൂമിയിൽ നശിച്ചുപോയി, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല. അവരൊക്കെയും രക്തത്തിനായി പതിയിരിക്കുന്നു. ഓരോരുത്തൻ താൻ താന്റെ സഹോദരനെ വല വെച്ച് പിടിപ്പാൻ നോക്കുന്നു. എന്ത് വെച്ചാ വല വെച്ച്. അതാണ് എയർടെൽ നെറ്റ്. വല വെച്ച് പിടിക്കുന്നു. വേറെ ഒന്നിനകത്തും വീഴത്തില്ലെങ്കിൽ വീഴാൻ എളുപ്പമുണ്ട്, വല വെച്ച് പിടിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത സകലതിനോടും വിട പറയാൻ ആരെല്ലാം ഏതെല്ലാം മ്ലേച്ഛകരമായ എന്തെല്ലാം ലോകത്തിൽ ചെയ്തു കൂട്ടിയാലും അതിനകത്തൊന്നും എനിക്ക് പങ്കില്ല, എനിക്ക് ഷെയർ ഇല്ല, എനിക്ക് ലിങ്ക് ഇല്ല. ഓ, എല്ലാവരും ഒരു അല്ലലിയ പറയുന്നല്ലോ. അതിന് ഞാൻ ഷെയർ ചെയ്യത്തില്ല, അതിൻ്റെ ലിങ്കിൽ ഞാൻ പോകത്തില്ല, ആ വെബ്സൈറ്റ് ഞാൻ തുറക്കത്തില്ല, അതെനിക്ക് കാണണ്ട, ആ വലക്കകത്ത് എന്നെ കിട്ടില്ല. ദൈവത്തെ സ്തുതിക്കുക സന്തോഷത്തോടെ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ കൃപയിൽ നിറഞ്ഞ ആത്മശക്തിയോടെ ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ പ്രാണന് വേണ്ടി ചെയ്ത് ഞാൻ വിവരിക്കാം. ദൈവദാസനോട് ഉദ്ഘാടനത്തിൽ പറഞ്ഞതാണെങ്കിലും എനിക്ക് ആ സങ്കീർത്തനത്തിൽ അത് പറയാൻ പറ്റില്ല. അവൻ എൻ്റെ പ്രാണന് വേണ്ടി എന്താ ചെയ്തത്? ആമേൻ. 10-ാം വാക്യം, 66:10. അവൻ എന്നെ തീയിലും വെള്ളത്തിലും കൂടി കടത്തിവിട്ടു. സ്തോത്രം. വായിച്ചു. ആമേൻ. ഹല്ലേലൂയ. അവൻ എന്നെ വലയിൽ അകപ്പെടുത്തി. ആമേൻ. ആദ്യത്തേത്, ആമേൻ, ആദ്യം വായിച്ചത് തീയിലും വെള്ളവും എന്ന് പറയുന്നത് ടേം എക്സാമിനേഷൻ. രണ്ടാമത് എന്നെ വലയിൽ അകപ്പെടുത്തി, അത് ഓണപരീക്ഷ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അവൻ്റെ മുതുകത്ത് വലിയൊരു ഭാരം വെച്ചു, അത് ക്രിസ്മസ് പരീക്ഷ. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് അനേകർ എൻ്റെ തലയെ കൊടുക്കേറി ഓടി, അത് വലിയ പരീക്ഷ. ഓരോ പരീക്ഷ. നിന്റെ തലയെ കൂടെ കയറി ഓടുന്നവരോട് നീ ചോദിച്ചേ, എന്തിനാടാ എൻ്റെ തലയെ കൂടെ കയറി ഓടുന്നത്? ആര്? അവൻ്റെ മറുപടി, നീ ആരാന്ന് എനിക്ക് പറയില്ല, ഞാൻ ആരാന്ന് നിനക്ക് പറയില്ല. ദൈവം പറഞ്ഞു നിന്റെ തലയെ കൂടെ കയറി ഓടാൻ, ഞാൻ ഓടുക. ഇന്ന് രാത്രി ഒരു ദൂതി ഞാൻ പറയാം. നീ കടന്നുപോയി ചില പ്രതികൂലങ്ങൾ എൻ്റെ ദൈവം അറിയാതെയല്ല. എന്നിട്ട് അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു. അവൻ ഈ പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട് ഈ പേപ്പറെല്ലാം നോക്കിയിട്ട് ഒരു റിസൾട്ട് വരുന്നുണ്ട്. അവൻ പിന്നത്തേതിൽ അവൻ എന്നെ ഹല്ലേലൂയ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ എന്നെ നന്മയിലേക്ക് കൊണ്ടുവന്നു. എല്ലാ കരങ്ങളും അടിച്ച് ആത്മശക്തിയോട് എല്ലാവരും ഓർത്തു, നീ കടന്നു പോകുന്ന പരീക്ഷ അത് കഴിയുമ്പോൾ റിസൾട്ട് ഉണ്ട്. ഒരു റിസൾട്ട് ഉണ്ട്. നിന്റെ ഹല്ലേലൂയ ജീവിതത്തിൽ കടന്നുപോയ സകലതയും റിസൾട്ട് ഉണ്ട്. അവസാനം നീ പറയൂ, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത് ഞാൻ പറയാം. എല്ലാ പ്രതികൂലത്തിന്റെ അവസാനം അവൻ എന്നെ മാനിച്ചു, അവന്റെ കുടുംബത്തെ മാനിച്ചു, അവന്റെ മക്കളെ മാനിച്ചു, അവന്റെ സഭയെ മാനിച്ചു, എന്റെ പ്രവർത്തനങ്ങളെ മാനിച്ചു, എന്റെ ശുശ്രൂഷയെ മാനിച്ചു. ഇതാണ് ഞങ്ങളുടെ സാക്ഷ്യം. ലോകം മുഴുവൻ ഇത് കാണുന്നവരോട് ഞങ്ങൾ പറയുന്നു, ബൈബിൾ ചുമക്കുന്ന ഞങ്ങളുടെ സാക്ഷ്യം, ഞങ്ങൾ കടന്നുപോയ പ്രതികൂലങ്ങൾ, ഞങ്ങൾ കടന്നുപോയ പരീക്ഷകൾ, ഞങ്ങൾ കടന്നുപോയ ദുർഘടമായ പാതകൾ, ഞങ്ങൾ കടന്നുപോയ അപമാനങ്ങൾ, ഞങ്ങൾ കടന്നുപോയ അപവാദങ്ങൾ, ആമേൻ, ഞങ്ങൾ കടന്നുപോയ നിന്ദകൾ, അതൊന്നും ഞങ്ങളെ തകർക്കാനായിരുന്നില്ല. അത് മുഴുവൻ ഞങ്ങളെ ഉയർത്താനായിരുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ആസാഫിന് സങ്കീർത്തനമുണ്ടെങ്കിൽ, ദാവീദിന് സങ്കീർത്തനമുണ്ടെങ്കിൽ, മോശയ്ക്ക് സങ്കീർത്തനമുണ്ടെങ്കിൽ, അതവരുടെ അനുഭവമാണെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പറ, എനിക്കും ഒരു സങ്കീർത്തനമുണ്ട്. എല്ലാവരും ഇവിടെ ഇരിക്കുന്നവർ മുഴുവൻ പേരും പറ, എനിക്കും ഒരു സങ്കീർത്തനമുണ്ട്. അതെന്താ? സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ,
അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തതാണ് എൻ്റെ സങ്കീർത്തനം. അവൻ എനിക്ക് വേണ്ടി ചെയ്തതാണ് എൻ്റെ സങ്കീർത്തനം. അവൻ എന്നെ നടത്തിയ വഴികളാണ് എൻ്റെ സങ്കീർത്തനം. അവൻ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം പ്ലീസ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് കൊടുക്ക ഇങ്ങനെ പറഞ്ഞു നിർത്താം. ദ ഫസ്റ്റ് ഡേ ഓഫ് ദ കൺവെൻഷൻ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ട ബൈബിളിലും താത്ത വെച്ചേ. ഭക്തന്മാരായുള്ളവരെ വന്നു കേൾപ്പീൻ, സകല ഭക്തന്മാരെ വന്നു കേൾപ്പീൻ. അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്യുന്നത്. അങ്ങ് ദൂരെ കാൽവറിയിലേക്ക് നോക്കി, ഒരു പാപവും ചെയ്യാതെ സർവാംഗസുന്ദരൻ, 10,000 അതിശക്തൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രാണനാഥൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നും അറിവിരൂപനായി ക്രൂശിന്മേൽ ശരീരം മുഴുവൻ ഉടവുചാല് പോലെ കീറി മുറിക്കപ്പെട്ടവൻ, തലയിൽ മുൾക്കിരീടധാരിയായി മുഖത്തെ രോമങ്ങൾ മുഴുവൻ നാണയത്തൊട്ട് കൂട്ടിപ്പിടിച്ച് പറിച്ചെടുത്ത് തലയിലെ മുള്ളിൽ നിന്നും മുറിവിൽ നിന്നും ഒഴുകിയ രക്തവും റോമൻ സാമ്രാജ്യന്റെ പടയാളികൾ തുപ്പിയ തുപ്പലും കോലുകളുടെ നിമിത്തം മുഖം വീർത്ത് തുപ്പലുണങ്ങി രക്തമുണങ്ങി മനുഷ്യക്കോലമില്ലാതെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുന്ന കൽവറിയിൽ വിരൂപനായി കിടക്കുന്ന എന്റെ പ്രാണനാഥന് യേശു സ്വന്തം തോളിലേക്ക് ശിരസ് ചായ്ച്ചിട്ട് പറഞ്ഞു, സകലവും നിവൃത്തിയായി. ഇന്ന് രാത്രി പറ, എനിക്ക് വേണ്ടി സകലവും അവൻ നന്നായി ചെയ്തു. സ്വത്രം പറ, എൻ്റെ മക്കൾക്ക് വേണ്ടി സകലവും നന്നായി ചെയ്തു. ഇന്ന് രാത്രി ഇതിനകത്ത് ഗർഭിണിയായിട്ടൊരു ഏതെങ്കിലും ഒരു സഹോദരി ഉണ്ടെങ്കിൽ അവരോട് പോലും പറയാ, നിന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി വരെ എൻ്റെ കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു. ആമേൻ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി അവൻ സകലവും ചെയ്തു കഴിഞ്ഞു. സകല ഭക്തന്മാരുമായുള്ളവരെ, എനിക്ക് വേണ്ടി അവൻ ചെയ്ത ഏറ്റവും വലുത് അവന്റെ ജീവനെ അവൻ എനിക്ക് വേണ്ടി തന്നു. എന്റെ പ്രാണനാഥന്റെ ആ സ്നേഹം എനിക്ക് വേണ്ടി തന്നു. അവന്റെ ശരീരം അവൻ എനിക്ക് വേണ്ടി തന്നു. അവന്റെ അവസാന തുള്ളി രക്തം വരെയും അവൻ എനിക്ക് വേണ്ടി തന്നു. അതാണ് അവൻ എനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലുത്. യെസ്, ഇത്രമാ സ്നേഹത്തെ എത്ര അറിഞ്ഞില്ലപ്പാ, ഇത്രമാ സ്നേഹത്തെ എത്ര തള്ളി ഞാൻ ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ, ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ, പാപത്തെ സ്നേഹിപ്പാൻ പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും. എന്റെ തീരുമാനം, രാത്രി എന്റെ തീരുമാനം, ഞാനിനി ദൈവത്തിൻ പൈതലായി ജീവിക്കും. ഞാനിനി ക്രൂശിന്മേൽ കാണുന്ന ക്രൂശിന്മേൽ
പ്രാണനാഥനെ, പ്രാണനാഥനെ, പ്രാണനാഥൻ, എന്റെ പ്രാണനാഥൻ, എൻ പേർക്കാകുന്നു. ആ ക്രൂശിൽ ഇടത്തും വലത്തും രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചത് യേശുവിനെ ഒരു കള്ളനാക്കി കാണിക്കാനാണ്. പക്ഷേ ക്രൂശിൽ കിടന്ന കള്ളനെ പറുദീസയ്ക്ക് കൊണ്ടുപോയ കർത്താവ് ഇന്ന് രാത്രി നിന്നെ മാനിക്കാതിരിക്കുന്നു. എന്റെ നാഥന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന ദൈവം ഇതിലേ ഇന്ന് രാത്രി പ്രാവിന്റെ കണ്ണുപോലെ നിന്റെ കണ്ണ് തുളുമ്പി നിൽക്കുക. ഈ ലൈറ്റിന്റെ വെട്ടം നിന്റെ കണ്ണിനകത്തടിക്കുമ്പോൾ ആ പ്രകാശം കാണാം. നിന്റെ കണ്ണിന്റെ അകത്തെ ആ കണ്ണുനീര് തുളുമ്പി നിൽക്കുന്നത്. ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുന്നു, നിന്റെ പ്രാണന് വേണ്ടി അവൻ ചെയ്തത് ഇനി നീ ഒരിക്കലും മറച്ചു വെക്കരുത്. കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തത് നീ പോയി സാക്ഷിയാകാനാ. പറയാം, ഈ കൺവെൻഷന്റെ തുടക്കത്തിൽ ഒരു തീരുമാനമെടുക്കാം. അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ എല്ലാവരോടും പറയും. ഈ ശബ്ദം കേൾക്കുന്നവന് മുഴുവൻ ഇന്ന് രാത്രി പറ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്ത് ഞാൻ എല്ലാവരോടും പറയും. ഈ കേൾക്കുന്നതിൽ എവിടെയെങ്കിലും ശബ്ദം കേൾക്കുന്നവർ ഇന്ന് വരെ നിന്റെ പ്രാണന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ, യേശുവിനേക്കാൾ നിന്റെ പ്രാണന് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായി ചെയ്ത മറ്റാരുമില്ല. അവൻ ചെയ്തത് അവന്റെ ജീവനെ നിനക്ക് വേണ്ടി തന്നു. നിന്റെ പാപം അവൻ സമുദ്രത്തിന് ആഴത്തിലേക്ക് ഇട്ടുകളഞ്ഞു. പിശാചിന്റെ ബന്ധനങ്ങൾ അടിച്ചു നിന്നെ മോചിപ്പിച്ചു. നിന്നെ ഒരു ക്രിസ്ത്യാനി എന്ന ആ സ്വർഗീയമായ കവറിങ്ങിനകത്താക്കി യേശുവിന്റെ മകനാക്കി മാറ്റി. അവൻ നിന്നെ ചേർത്ത് പിടിച്ചു. ചുറ്റും ആക്രോശങ്ങളും പ്രതികൂലത്തിന് ശബ്ദമുണ്ടായപ്പോൾ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് നിന്നെ കരങ്ങളിൽ വഹിച്ച കർത്താവിനെ ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം. ദേവദാസനെ, ഇന്നു മുതൽ ഞാൻ അവൻ്റെ സാക്ഷിയാണ്. അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ ലോകത്തോട് പറയും. ഒത്തിരി ഒന്നും പറയണ്ട, പ്രസംഗിക്കാൻ അറിയണമെന്നില്ല, പാടാൻ അറിയണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ അറിയില്ലേ, എൻ്റെ പ്രാണന് വേണ്ടി അവൻ്റെ ജീവനെ അവൻ തന്നു. ഇങ്ങനെ പറയാൻ അറിയില്ലേ, എൻ്റെ പ്രാണന് വേണ്ടി അവൻ്റെ പ്രാണൻ എനിക്ക് തന്നു എന്ന് പറയാൻ അറിയില്ലേ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത്. ഒരു വാക്ക് പ്രാർത്ഥിച്ചയക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ വലതുകരം ഉയർത്തിപ്പിടിക്കുക. യേശു നിങ്ങളുടെ കയ്യെ തൊടട്ടെ. ഞങ്ങൾ ഇറങ്ങി വന്ന് തൊടുകയല്ല, യേശു ആ കയ്യെ തൊടട്ടെ. മഹാപരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ മഹാസമ്മേളനത്തിന്റെ 29ാമത് ജനറൽ കൺവെൻഷന്റെ പ്രഥമ രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സകല ഭക്തന്മാരുമായി ഉള്ളവരെ വന്ന് കേൾപ്പീൻ. അവന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഇന്ന് രാത്രി കർത്താവെ, പരിമിതമായ സമയത്ത് കർത്താവ് ഞങ്ങളുടെ പ്രാണന് വേണ്ടി ചെയ്തത് ലോകം മുഴുവൻ വിളിച്ചു പറയുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. എൻ്റെ മക്കൾ അനുഗ്രഹത്തോടെ അയക്കണം. ക്ഷീണിതരായി വന്നവരെ, രോഗികളായി വന്നവരെ സൗഖ്യത്തോടെ ബലത്തോടെ കർത്താവ് അയക്കണം. നിരാശയോടെ വന്നവരെ പ്രത്യാശയിൽ നിറച്ചയക്കണം. ആ കൈകളെല്ലാം കർത്താവ് തൊട്ടയച്ചാട്ട കർത്താവേ. ഇതിൻ്റെ ചുറ്റുപാടുകളിൽ ദേശത്ത് ഓൺലൈനിലൂടെ വീടുകളിലിരുന്ന്, വീൽ ചെയറിലിരുന്ന്, കട്ടിൽ കിടന്ന്, കസേരയിലിരുന്ന് എങ്ങനെയൊക്കെ ക്ഷീണിതരായിട്ടോ എങ്ങനെയോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബലം, ഒരു കൃപ, ഒരു സൗഖ്യം, ഒരു ആത്മാവിന്റെ വലിയ കർത്താവേ, ഒരു സ്പർശനം കേൾവിക്കാരുടെ മേൽ ഉണ്ടാകട്ടെ. നാഥ, അനുഗ്രഹത്തോടെ നിന്റെ മക്കൾ അയച്ചാട്ടെ, കൃപയിൽ നിറച്ചയച്ചാട്ടെ, തുടർന്ന് നടക്കുന്ന മീറ്റിങ്ങുകളെല്ലാം മാനിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷേകത്തിനോട് സഭയോട് ഹൃദയം നിറഞ്ഞ നന്ദി. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.